ഫോർച്യൂൺ IAS അക്കാഡമിയുടെ ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ്. ഈ പോഡ്കാസ്റ്റിൽ ഒരുപറ്റം അതിഥികളുണ്ട്. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത മലയാള സിനിമയുടെ വൺ ആൻഡ് ഓൺലി ആസിഫ് അലി ഉണ്ട്. നമസ്കാരം, സ്വാഗതം. നമുക്ക് കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളുണ്ട്. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളികളായ ഏറ്റവും നന്നായി പെർഫോം ചെയ്തിട്ടുള്ള 3 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യത്തെ ആൾ ഞാൻ പരിചയപ്പെടുത്താം. നന്ദന GP. ഹായ് നന്ദന. നന്ദന മാറിവാനീസ് കോളേജിൽ പഠിച്ചു. 47ാമത്തെ റാങ്ക്. ഞാൻ കൊട്ടാരക്കര സ്വദേശിയാണ്, കൊല്ലം ജില്ലയിലെ. ഞാൻ മാറിവാനീസ് കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിച്ചത്. അതിനുശേഷം 2022 പാസ്സായ ശേഷം UPSC പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. സോണറ്റിൽ ഇപ്പോൾ ആസിഫിന്റെ തൊടുപുഴയ്ക്ക് അടുത്ത് മുണ്ടക്കായക്കാരിയാണ്. അച്ഛൻ കർഷകനാണ് അല്ലേ? കാർഷിക കുടുംബത്തിൽ നിന്ന് വന്ന് ഇപ്പൊ 54ാം റാങ്ക് വാങ്ങിച്ച് കളക്ടറാവാൻ പോവാണ്. ഞാൻ വരുന്നത് മുണ്ടക്കയ. പിന്നെ ഞാൻ ഡിഗ്രി പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫിസിക്സിൽ ഗ്രാജുവേഷൻ ചെയ്തു. എന്നിട്ട് ഡയറക്ട്ലി തിരുവനന്തപുരത്ത് വന്ന് ഫോർച്യൂൺ IAS അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. ഇതെന്റെ സെക്കൻഡ് അറ്റംപ്റ്റിൽ 54th റാങ്ക്. സൗമ്യ കൃഷ്ണൻ IPS ആണ് കിട്ടാൻ പോകുന്നത് അല്ലേ? 196ാമത്തെ റാങ്ക് ആണ്. എങ്ങനെയാണ് സൗമ്യയുടെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ? സർ, ഞാൻ വർക്കലയാണ്. അവിടെ തന്നെ ഒരു ഗ്രാമം ഉണ്ട്, അയിരൂർ. അവിടെയാണ് പഠിച്ചതും വളർന്നതും ഒക്കെ. അവിടെ നിന്ന് പിന്നെ BSc ഗ്രാജുവേറ്റ് ആണ്, ബോട്ടണി ആൻഡ് ബയോടെക്നോളജി സബ്ജക്ട്. അതിനുശേഷം UPSC പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. 5ാമത്തെ അറ്റംപ്റ്റിൽ ഈ റാങ്ക് കിട്ടി. സൗമ്യയുടെ ഹോബി എഴുതിയിരിക്കുന്നത് മലയാള സിനിമ കാണുക എന്നുള്ളതാണ് അല്ലേ? അതെ സർ. അപ്പൊ ആദ്യം ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, എപ്പോഴെങ്കിലും ഏതെങ്കിലും സിനിമ റിലേറ്റഡ് ക്യാരക്ടേഴ്സ് കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായത്? ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ മമ്മൂക്ക ചെയ്ത ക്യാരക്ടേഴ്സ് ഉണ്ട്, സുരേഷ് ഏട്ടൻ ചെയ്ത പവർഫുൾ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ. ആണോ? അല്ല സർ, ശരിക്കും അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ 2018 ഫ്ലഡ് അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സിവിൽ സർവന്റ് ആകണം, ഇങ്ങനെ ജനങ്ങളിലേക്ക് എത്തണം എന്ന് തോന്നുന്നത്. ശരിക്കും അത് സ്വാമി പറഞ്ഞ ഭയങ്കര കാര്യം. ഞാൻ ആ സമയത്ത് നമ്മൾ അൻപൂട് കൊച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അസോസിയേഷൻ പോലെ ചെയ്തിട്ട് സ്റ്റേഡിയത്തിൽ വർക്ക് ചെയ്തിരുന്നു. അന്നാണ് ശരിക്കും ഞാൻ ഈ സിവിൽ സർവൻസിന്റെ വില എന്താണെന്നും അവരുടെ ഡെഡിക്കേഷൻ എന്താണെന്നും ഒക്കെ ഉള്ളത് മനസ്സിലാക്കിയത്. മലയാളികളെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്ന അതെ, എല്ലാവരും സമയമായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ ഇതുപോലെ പല സ്ഥലത്തു നിന്നും നമുക്ക് ആവശ്യമുള്ള എസെൻഷ്യൽസ് വരുന്നു, അത് സോർട്ട് ചെയ്യുന്നു, അത് ഒരു കളക്ടറിന്റെ ഗൈഡൻസിൽ ഇത് കൃത്യമായി സോർട്ട് ചെയ്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ കണ്ടപ്പോ അതെ ആർക്കായാലും തോന്നും. ഞാൻ ചോദിക്കട്ടെ, ആസിഫിന് എപ്പോഴെങ്കിലും പണ്ട് ഒരു സിവിൽ സർവന്റ് ആയ കൊള്ളാം, ഈ സിവിൽ സർവീസ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഞാൻ ആ ചോദ്യം ചോദിക്കാനുള്ള കാരണം അതായിരുന്നു. എനിക്ക് എപ്പോഴും സിനിമയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. ഇപ്പൊ ഭാഷ കാണുമ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകണമെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. അങ്ങനെ ഓരോ സിനിമ കഴിയുമ്പോഴും ആ ക്യാരക്ടേഴ്സ്, നമുക്കിപ്പോ സ്പടികം കണ്ടു കഴിയുമ്പോൾ നല്ലൊരു തെമ്മാടിയാണ് ഞാൻ എന്ന് പറയുന്നതിനോട് എനിക്കൊരു മടിയില്ലായിരുന്നു. അപ്പൊ അങ്ങനെ സിനിമയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അപ്പം എനിക്ക് തോന്നുന്നത് ആ ക്യാരക്ടേഴ്സിലും അല്ലെങ്കിൽ ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി കോപ്പി ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ അത് കോപ്പി ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് അത് സിനിമയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ആ ക്യാരക്ടേഴ്സിനുണ്ടാവുന്ന ഇമോഷൻസ് ഓഡിയൻസിലേക്ക് കിട്ടുന്നു, അത് ക്യാരി ഫോർവേഡ് ചെയ്ത് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പല ആളുകളും അത് സ്വഭാവത്തിന്റെ ഭാഗം വരെ ആക്കി മാറ്റുന്നു. അപ്പൊ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സിനിമയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് എനിക്ക് സിനിമയോടൊരു അട്രാക്ഷൻ. അതിനോടായിരുന്നല്ലോ പാഷൻ. അപ്പൊ സിനിമയിലേക്ക് എത്തുക എനിക്ക് ഓർമ്മയുണ്ട്. ടുട്ടു സ്റ്റാറിന്റെ എറണാകുളത്ത് ടുട്ടു സ്റ്റാറിന്റെ 5ാമത്തെ നിലയിൽ AS ഇന്ത്യ വിഷന്റെ പ്രൊഡ്യൂസറായി നിന്നിരുന്ന ആസിഫ് അലി എന്ന ചെറുപ്പക്കാരൻ. അപ്പൊ സിനിമ എന്ന് പറയുന്ന ആ സ്വപ്നത്തിന് പിറകെ പായുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോൻ സിനിമയിലാണെന്ന് അറിയുന്നത് തന്നെ ആദ്യമായിട്ട് സിനിമ റിലീസ് ചെയ്യുന്ന പത്രത്തിലെ പരസ്യം വരുമ്പോഴാണ് അല്ലേ? എന്റെ ഫോട്ടോയുടെ താഴെ നിഷാന്റെയും റിമയുടെയും പേരായിരുന്നു. അപ്പൊ ഇത് കണ്ടിട്ട് എന്റെ വാപ്പ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ അപ്പൂന്ന് വിളിക്കുക വീട്ടില്. അപ്പൂനെ പോലെ തന്നെ ഇരിക്കുന്നു, പക്ഷെ നിഷാനാണ് പേര് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിന്റെ വരും ദിവസങ്ങളിലാണ് വീട്ടിലറിഞ്ഞ ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. ഇതേ പ്രശ്നം തന്നെ എനിക്കുണ്ട്. ഞാനും പഠിച്ചതും ഒന്നും സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. എനിക്ക് അങ്ങനെ സിനിമയിലേക്ക് ഒരു ഗൈഡൻസ് തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് ഭയങ്കര സ്കാറ്റേർഡ് ആയിരുന്നു. നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗൈഡ് ലൈൻ കൃത്യമായിട്ട് കിട്ടി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എവിടെ തട്ടിത്തടഞ്ഞു വന്നാലും ഒരു റൂട്ടിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഫോർച്യൂൺ വന്ന പോലെ എനിക്ക് വന്നതൊരു ചാനലായിരുന്നു. അപ്പൊ ആ ചാനലിൽ ഞാൻ വന്നു. അവിടെ നിന്നാണ് ഞാൻ ഇത് ഒരു പരിധി വരെ ക്യാമറ ഫിയർ മാറിയതും ഒരു പ്രോപ്പർ ഐസ് ബ്രേക്കിംഗ് കിട്ടിയത്. ഓഡിയൻസ് അല്ലെങ്കിൽ ആളുകൾ നോക്കി നിൽക്കുമ്പോൾ സംസാരിക്കും. ഞാൻ ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായിരുന്നു. എനിക്ക് ആളുകളെ അഡ്രസ്സ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ പേടിയും ഞാൻ
ഓവർകം ചെയ്തത് എൻ്റെ ഗോളിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു ആക്ടർ ആവണം, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. കാര്യം ഞാൻ തമാശക്ക് ഇപ്പം പല സ്റ്റേജിലും പോകുമ്പോൾ ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, ഒരു കസേര പിടിച്ചിടാൻ പോലും സ്റ്റേജിൽ കയറിയ ബന്ധം എനിക്ക് സ്കൂളിലോ കോളേജിലോ എനിക്ക് സ്റ്റേജ് ആയിട്ടില്ലായിരുന്നു. പക്ഷെ അത് എല്ലാം ഓവർകം ചെയ്തത് എൻ്റെ ടാർഗറ്റ് ഇതാണ്, എനിക്ക് ഒരു ആക്ടർ ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ്. സിനിമയിലെത്തുക, സിനിമാ നടനാവുക എന്ന പാഷന് പിറകെ പോകുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കുടുംബത്തിലാരും സിനിമക്കാരില്ല, അച്ഛൻ രാഷ്ട്രീയ പ്രവർത്തകനോ പൊതുപ്രവർത്തകനോ ഒക്കെയാണ്, സിനിമ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളതില്ല, കല ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യുന്ന പെർഫോമൻസ് ഇല്ല, പഠിച്ചത് വേറെ കാര്യങ്ങളാണ്. പക്ഷെ എന്നാലും സിനിമയിലെത്തണം, ഭയങ്കര സ്ട്രഗിളും കൂടിയുള്ള ഒരു ജേണി ആയിരിക്കും ഓരോ. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വേണ്ട ഇത് നടക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? പല പ്രാവശ്യം നമുക്ക് ഏറ്റവും കൂടുതൽ അത് തോന്നുന്നത് എപ്പോഴാണ്, വിശക്കുമ്പോഴാണ്. എറണാകുളം പോലെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ 5 ഫ്രണ്ട്സ് ഉണ്ട്, ഓക്കെ, എനിക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഒരാഴ്ച വരെ നിൽക്കാം, അല്ലെങ്കിൽ മാക്സിമം 1 മാസം വരെ നിൽക്കാം. അത് കഴിയുമ്പോൾ ഞാൻ അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഇതിനൊരു ടൈം ലിമിറ്റ് ഉണ്ട്, ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ പല സമയത്തും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം ഇത് എന്നെ പോലെ ഒരു സാധാരണക്കാരന് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് സിനിമ. ഇപ്പോൾ ഉള്ള ഭംഗി പോലും എനിക്ക് അതില്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. കാര്യം ഒരു സിനിമാ നടനാവാനുള്ള, നമ്മൾ കണ്ടിട്ടുള്ള ഒരു മമ്മൂട്ടി, സുരേഷ് ഗോപി, മോഹൻലാൽ പോലെ സ്ക്രീൻ പ്രസൻസ് തോന്നുന്ന ഒരു ഫിഗർ ഇല്ല എന്ന് പല സമയത്തും ഓഡിഷൻസിന് പോയ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് സമയം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എടുത്തൊരു എനിക്ക് ഇപ്പോഴും എന്നോട് റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യം, ഇങ്ങനെ ഇങ്ങനെ ആവുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഓക്കെ, എനിക്കും വേണമല്ലോ ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറയാനൊക്കെ. എഫേർട്ട് എന്ന് പറയുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ സോണറ്റ് നോക്കുമ്പോൾ മുണ്ടക്കയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്ത് തന്നെ ഒത്തിരി ദൂരത്താണ്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഒരു ഗ്രാമപ്രദേശം അല്ലേ, ഉള്ളിലേക്കുള്ള ഒരു പ്രദേശം. അപ്പോൾ അവിടുന്ന് ഒരു കളക്ടർ ഉണ്ടാവുക, ഞാൻ കളക്ടർ ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോയി പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ എക്സ്പോഷറാണ്. എന്നാൽ പോലും കുട്ടിക്കാലത്ത് ചെറിയ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴൊക്കെ ഞാനൊരു കളക്ടർ ആവണം അങ്ങനെ ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ടേ കളക്ടർ ആവണം. ഇപ്പം ആസിഫിക്ക പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു നിശ്ചയദാർഢ്യം, പാഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിനെ ഫോളോ ചെയ്തു, അതായത് അതിൽ എത്തിച്ചേരാനുള്ള വഴികൾ ഞാൻ നോക്കി. അപ്പം ഞാൻ അവിടെ ഇപ്പം എൻ്റെ ചുറ്റുപാട് അല്ലെങ്കിൽ മുണ്ടക്കയത്ത് ഒതുങ്ങി നിന്നാൽ എനിക്ക് ആൾക്കാരെ കാണാൻ പറ്റില്ല. പിന്നെ എനിക്ക് അത് നാവിഗേറ്റ് ചെയ്യണം, അതായത് നമുക്കൊരു ഗൈഡിങ് പാത്ത് വേണമല്ലോ. അപ്പം ആരും ഇല്ലാത്തപ്പോൾ സ്വന്തമായിട്ട് നമ്മൾ കണ്ടുപിടിക്കുക, എങ്ങനെ അവിടെ എത്തിച്ചേരാൻ പറ്റും നോക്കുക. അങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റി പോയി, പിന്നെ അവിടെ ആയപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ പിള്ളേരെയൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എക്സ്പോഷറായി. എങ്കിലും സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു പാഷൻ, അതായത് കളക്ടർ ആവണം, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനം, എൻ്റെ ആഗ്രഹം കളക്ടർ ആവും. അപ്പം എനിക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു, അതായത് ഞാൻ കളക്ടർ ആവും, അല്ലെങ്കിൽ അവിടുന്ന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന ഒരാൾക്കും കളക്ടർ ആവാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ എത്തിച്ചേരാം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യം, എനിക്ക് തോന്നുന്നു അതാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ഓരോരുത്തർക്കും അവരവരുടേതായ കഥകളുണ്ട് അല്ലേ. അതിത് പറഞ്ഞു തുടങ്ങിക്കൊണ്ട് ഞാൻ ചോദിച്ചിട്ട് അഭിലാഷ്, നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും പോയിന്റിൽ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള IPS ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ല. അതുപോലെ ആരെങ്കിലും എപ്പോഴെങ്കിലും, എൻ്റെ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടാണ് ചോദിക്കുന്നത്. എന്നെ ഡയറക്റ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്തില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരുപാട് സിനിമകളിൽ ഇത് തീമായിട്ട് വരുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു എന്തോ ഒരു ഫയർ കിട്ടാറുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, ഉദാഹരണം സുജാത സിനിമയ്ക്കകത്ത് ഉണ്ട്, ഇങ്ങനെ വളരെ അൺപ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടി കളക്ടർ ആവാൻ ആഗ്രഹിക്കുന്നതും. അങ്ങനെ ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിലും ഇതൊരു തീമായിട്ട് വരുമ്പോൾ നമുക്കത് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു നമുക്കും ഇങ്ങനെയൊക്കെ ആവണം. പ്രത്യേകിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അവസ്ഥയല്ല, വളരെ ലോ ഒരു മോട്ടിവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിനിമ പോലുള്ള ഫാക്ടേഴ്സ് തീർച്ചയായിട്ടും നമുക്കൊരു ഹൈ. ഈ പ്രിപ്പറേഷന്റെ സമയത്തെ ഇതെന്തായാലും ഒരു വലിയ യാത്രയാണല്ലോ. ഇപ്പം സിനിമ കാണുക അതൊക്കെ സാധാരണ ആളുകൾക്ക് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം നല്ല ഭക്ഷണം കഴിക്കുക, സിനിമ കാണുക, ഒരുപാട് റിക്രിയേഷന് വേണ്ടിയിട്ടുള്ള സമയം ചെലവഴിക്കുക. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സിനിമ പോലെയുള്ള നമുക്ക് സന്തോഷം തരുന്ന കുറേ കാര്യങ്ങൾ ഒഴിവാക്കേണ്ടി, കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ എല്ലാം നമുക്ക് കട്ട് ചെയ്ത് പുറത്തേക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം ഇത് വലിയൊരു ലോങ് ജേർണി ആണല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ 3 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ്, ഇപ്പോഴാണ് റിസൾട്ട് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മളെ ഒന്ന് അലൈവായിട്ട് നിർത്തണമെങ്കിൽ സിനിമയും ഫുഡും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. ഞാൻ അതിനും തീർച്ചയായിട്ടും ടൈം കൊടുത്തിട്ടുണ്ട്. സാധാരണ ആൾക്കാർ കാണുന്ന ഒരു ഇന്റൻസിറ്റിയിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിൽ നമ്മൾ സിനിമ കാണാൻ പോകാറില്ല. പക്ഷെ മന്ത്ലി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കുറച്ച് മാസങ്ങൾ കൂടുമ്പോ, അതായത് നമുക്ക് അല്ല എക്സാംസിന് ബ്രേക്ക് ഒക്കെ വരുമല്ലോ. അപ്പം ബ്രേക്ക് ഇപ്പൊ പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് തുടങ്ങുന്ന ആ ഫേസിൽ, അല്ലെങ്കിൽ മെയിൻസിന്റെ എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു ഫ്രീക്വൻസി കുറവായിരിക്കും, പക്ഷെ കാണാറുണ്ട്, നമുക്ക് സോഷ്യൽ ലൈഫ് ഉണ്ട്. സൗമ്യനെ സംബന്ധിച്ച് ഇപ്പം വാണി വിശ്വനാഥ്, അതല്ലെങ്കിൽ വിജയശാന്തി, ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടുണ്ടോ?
കണ്ടിട്ടുണ്ട് സർ. അതൊക്കെ കണ്ടിട്ട് ഒരുപാട് ഇങ്ങനെ രോമാഞ്ചമൊക്കെ കൊള്ളും സർ. അല്ലാണ്ട് പക്ഷെ അത് ഇമിറ്റേറ്റ് ചെയ്യണമെന്നൊന്നും തോന്നിയിട്ടില്ല. റിയൽ ലൈഫിൽ അങ്ങനെ ആയിരിക്കില്ല, ആയിരിക്കത്തില്ല, ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ ഓരോ കാണുമ്പോൾ ഭയങ്കര ഇൻസ്പയർഡ് ആവാറുണ്ട്, രോമാഞ്ചം വരാറുണ്ട്. അതുകൊണ്ട് സാർ എനിക്ക് മലയാളം മൂവീസ് ഭയങ്കര ഇഷ്ടമാണ് സർ. അല്ല, നമുക്ക് രണ്ടുപേരും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ട് പ്രൊഫഷൻസ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്വപ്നം പറയുമ്പോൾ ആൾക്കാർ പിന്നെ അതായിരിക്കും ആദ്യത്തെ റിയാക്ഷൻ വരിക. എനിക്കൊരു IAS IPS ആവണമെന്ന് പറയുമ്പോഴും എനിക്കൊരു സിനിമ നടനാവണമെന്ന് പറയുമ്പോഴും ഒരു സാധാരണക്കാരൻ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഡിസ്കറേജ് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ നടനാവും എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് എന്നെ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നിറങ്ങി ഓൾമോസ്റ്റ് ഒരു 3 വർഷം എടുത്തു എനിക്ക് ഈ സിനിമയിലേക്ക് ഒരു കോണ്ടാക്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയം വരെ എന്നെ പല ഫ്രണ്ട്സും വിളിച്ചുകൊണ്ടിരുന്നത് സൂപ്പർ സ്റ്റാർ എന്നാണ്. അത് കളിയാക്കാൻ വിളിക്കുന്ന കാര്യം അത് റിയലൈസ് ചെയ്യണം. ഒരിക്കലും അതും എന്റെ ഫ്രണ്ട്സിനോ ഈവൻ എന്റെ പാരന്റ്സിനെയോ ഞാൻ ഒരു പോയിന്റിലും സംശയിക്കുന്നതോ കുറ്റം പറയുന്നതോ ഇല്ല. പക്ഷെ അവരും നോക്കുമ്പോൾ ഒരിക്കലും ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയുണ്ടാവും. നമ്മൾ ഇത്രയും വർഷം കളയുന്നുണ്ടോ, നമ്മൾക്ക് പറഞ്ഞു തരാൻ ആരും ഇല്ല എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാകൊണ്ടായിരിക്കും പലരും. ഇപ്പോൾ ഋതു ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതുവരെ നമുക്ക് ഓട്ടോറിക്ഷയിൽ കയറാം, അല്ലെങ്കിൽ ബസ്സിൽ പോകാൻ, തട്ടുകടയിൽ നിന്ന് വൈകുന്നേരം 10 മണിക്ക് ദോശ കഴിച്ചാൽ മതി. ഇങ്ങനെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പെട്ടെന്നൊരു ഓവർ നൈറ്റിൽ ഒരു മാറ്റം വരികയാണ്. സിനിമ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ, മറ്റൊരു ജോലി പോലെ അല്ല. അപ്പോൾ വേറൊരു ലോകത്തേക്ക് വരികയാണ്, അതേസമയം തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയും വേണം. അത് സിനിമ നടനാന്നുള്ള പേരും കയ്യിൽ പൈസ ഇല്ല, അത് വല്ലാത്തൊരവസ്ഥയാണ്. കുറെ ഇമേജസ് ഉണ്ട് നമ്മുടെ മനസ്സിൽ, ഇതിലേക്കൊക്കെ നമ്മൾ ജീവിച്ചെത്തണം എന്ന് നമുക്ക് തോന്നുന്നതായിരുന്നു ആദ്യം. ഇപ്പം ഞാൻ ഒരു ആക്ടർ ആവണം എന്ന് ആഗ്രഹിച്ചിരുന്നത് പോലും ഒരു പരിധിവരെ സ്റ്റാർഡം കണ്ടിട്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സിനിമയിൽ വന്ന് ഇത്രയും ഇപ്പൊ എൻ്റെ ആദ്യത്തെ സിനിമ ശ്യാം സാറിന്റെ കൂടെ ആയിരുന്നു, പിന്നെ സിബി മലയിൽ സാറിന്റെ കൂടെ, സത്യനന്ദിക്കാട് സാറിന്റെ കൂടെ. അപ്പൊ ഇങ്ങനെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എൻ്റെ സിനിമയെ പറ്റിയുള്ള കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി. അഭിനയം എന്താണെന്നും അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നും സ്റ്റാർഡത്തിനേക്കാളും ഈ ഫാൻ മൊമെന്റിനേക്കാളും ഒക്കെ വലുതായിട്ട് സിനിമയ്ക്കും ആക്ടിങ്ങിനും വേറൊരു ലെവൽ ഉണ്ടെന്നൊക്കെ മനസ്സിലായത് ഞാൻ സിനിമയിൽ വന്നതിന് ശേഷമാണ്. മേ ബി ഒരു 5-6 സിനിമ കഴിഞ്ഞപ്പോൾ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മാറ്റം വന്നു. ബാങ്ക് ബാലൻസ് മാറി, നല്ലൊരു മോശമില്ലാത്തൊരു ഫിഗറിലേക്ക് ഞാൻ എത്തിയെന്നല്ലാതെ എൻ്റെ ആറ്റിറ്റ്യൂഡിലോ എൻ്റെ ലൈഫ് സ്റ്റൈലിലോ ഒന്നും ഒരു മാറ്റവും എനിക്ക് വന്നിട്ടില്ല. അതായത് ഋതു ഷൂട്ട് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഒരു 6-7 മാസം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ റിലീസിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ എത്തുന്നത്, പ്രൊമോഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനിത് സിനിമ പോയി ഓഡിഷൻ കഴിഞ്ഞു, അഭിനയിച്ചു, ഈ സിനിമയ്ക്ക് എന്തോ സംഭവിച്ചു, ഇതിനി ഇറങ്ങില്ല എന്നൊക്കെ ഓർത്തിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പോയി, എല്ലാവരെയും പോലെ എനിക്കും ഉണ്ടായിരുന്നു ബാംഗ്ലൂർ ഫ്രണ്ട്സ്. അപ്പം ഞാൻ ദിവസം ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വന്ന് നമ്മുടെ ആലുവ പാലത്തിന്റെ മുന്നേ ഉള്ള സിഗ്നലിൽ കിടക്കുന്ന സമയത്ത് ബസ് വന്ന് രാവിലെ നിൽക്കുമ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത്. അപ്പൊ എഴുന്നേറ്റിട്ട് ഞാൻ സ്ലീപ്പറാണ്. അപ്പൊ ഈ കേട്ടൺ ഇങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഋതുവിന്റെ ഒരു വലിയ ഹോർഡിങ്, ഞാൻ പറഞ്ഞതിന് മുന്നേ ആ ഹോർഡിങ്ങിൽ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു ഗിറ്റാർ പിടിച്ചു നിൽക്കുന്ന ഒരു പോസ്റ്ററാണ്. അപ്പൊ ഇത് കണ്ടിട്ട് എനിക്കൊരു ഭയങ്കര ഈ ബസ്സിലിരിക്കണ എല്ലാവരും ഒന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് ഒന്ന് നോക്കി എന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവിശ്വസനീയമായ കുറെ കാര്യങ്ങൾ സംഭവിച്ചു സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ. ഒരു സിനിമ ഹിറ്റായി, പിന്നെ ലൈഫ് അങ്ങ് കിടക്കാണ്. ഇതൊരു വളരെ കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണല്ലോ, അതിൻ്റെതായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ട്, സ്ട്രെസ് ഉണ്ട്. സിനിമ എന്ന് പറയുമ്പോൾ ഇത് വിജയിപ്പിക്കുക എന്നുള്ളത് നായകന്റെ അല്ലെങ്കിൽ അഭിനേതാവിന്റെ കൂടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ സ്ട്രെസ് എപ്പോൾ മുതലാണ് വന്നു തുടങ്ങിയത്? അത് ശരിക്കും ഞാൻ യെസ് പറയുമ്പോൾ ഒരു സിനിമ സംഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ഈ സ്ട്രെസ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുക. സ്ക്രിപ്റ്റ് റൈറ്റർ, ഒരു ഡയറക്ടർ വന്ന് എൻ്റെ അടുത്തൊരു നരേഷൻ തരുന്നു, ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഞാൻ ഓക്കെ കൊള്ളാം എന്ന് പറയുമ്പോൾ ഒരു പ്രൊഡ്യൂസറിനോട് പറയുന്നു ഈ പ്രൊഡക്ഷൻ ഓൺ ആവുന്നു, ബേസിക്കലി സിനിമ ഓൺ ആവുന്നു. അപ്പോൾ ആ സിനിമ ഓൺ ആകുമ്പോൾ എൻ്റെ ജഡ്ജ്മെന്റിന് അവിടെ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ എന്നെ വിശ്വസിക്കുന്നുണ്ട്, എന്നെ വിശ്വസിച്ചിട്ട് ഒരു പ്രൊഡ്യൂസർ അതിലേക്ക് പൈസ മുടക്കുന്നുണ്ട്, എന്നെ വിശ്വസിച്ച് പ്രേക്ഷകർ ആ സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് റെസ്പോൺസിബിലിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ അവിടെ മുതലാണ് ശരിക്കും എനിക്ക് ഞാൻ കുറച്ചും കൂടെ ഒക്കെ കോൺഷ്യസ് ആവാൻ തുടങ്ങിയത്. കാര്യം ഞാൻ ആൻസറബിൾ ആണ്, അല്ലെങ്കിൽ ആ വിശ്വാസം ഞാൻ കളയാതെ നോക്കണം. പ്രൊഡ്യൂസറിന്റെ പൈസ പോകാൻ നോക്കണം, ഓഡിയൻസിന്റെ പൈസ പോകാൻ നോക്കണം, അവർ ഇനിയും സിനിമകൾ കാണാൻ ടിക്കറ്റ് എടുത്ത് തിയേറ്ററിലേക്ക് വരണം എന്നൊക്കെ ഉള്ളത് കുറച്ച് സിനിമകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നി തുടങ്ങിയത്. അതിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പാടുണ്ട്? ഇപ്പോൾ ഋതു സൂപ്പർ ഹിറ്റാക്കിയ ആസിഫിനെ പോലെയാണ് നിങ്ങൾ സിവിൽ സർവീസ് നല്ല ഗംഭീരമായ നിലയിൽ ക്ലിയർ ചെയ്തു. നിങ്ങളിനി അതിൻ്റെ
അതിൻ്റെ പരിശീലനത്തിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ശരിക്കും നിങ്ങളെ ജഡ്ജ് ചെയ്യുക നിങ്ങൾ ജോയിൻ ചെയ്യുന്ന നിങ്ങളുടെ ആദ്യത്തെ പൊസിഷൻ മുതൽ അങ്ങോട്ടായിരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തുടക്കമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തോ അതിനേക്കാൾ വലിയ ഹാർഡ് വർക്ക് അവിടെ ബാക്കിയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇത്രയും നാൾ ഒരു പ്രിപ്പറേഷൻ സ്റ്റേജിലായിരുന്നു, അതായത് ആൾക്കാർ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നില്ല. പക്ഷെ റിസൾട്ട് വന്ന ആ ഒരു മൊമെന്റ് തൊട്ട് ആൾക്കാർ ഇപ്പൊ ഈ ഫസ്റ്റ് ഫിലിം ഹിറ്റ് ആയതിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പം നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ നോക്കുന്നു. അപ്പം നമുക്ക് പണ്ട് നടന്ന പോലെ നടക്കാൻ പറ്റില്ല, സംസാരിക്കുമ്പോൾ ഭയങ്കര കോഷ്യസ് ആവണം. അപ്പം ആ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. പിന്നെ ജോലിയിൽ കയറുമ്പോൾ നമ്മൾ റെസ്പോൺസിബിലിറ്റിയിൽ ഇപ്പം ആസിഫിക്ക പറഞ്ഞ പോലെ നമ്മളെ ജോലി ഏൽപ്പിച്ച ഗവൺമെന്റ് അല്ലെങ്കിൽ ആ ബ്യൂറോക്രസിയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പിന്നെ ആൾക്കാർക്ക് നമ്മളിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ട്. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി നന്നായിട്ട് കൂടും. ഉത്തരവാദിത്തം നമ്മൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു സ്ട്രെസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ 24/7 അലേർട്ട് ആയിട്ടിരിക്കേണ്ട ഒരു ഫീൽഡിലോട്ടാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെ സ്ട്രെസ് വന്നാൽ എങ്ങനെ മാനേജ് ചെയ്യും? അതും കൂടി പഠിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഫോർച്യൂണിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾക്ക് വളരെ തിയറട്ടിക്കലായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ UPSC അവെയർ ആക്കുന്നുണ്ട്, ഇമോഷണലി ഇന്റലിജന്റ് ആവണം എന്നൊക്കെ. പക്ഷേ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹോബീസും ഒക്കെ ആയിരിക്കും നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ. ഇപ്പോൾ സൗമ്യക്ക് അത് സിനിമയായിരിക്കും, അല്ലെങ്കിൽ റീഡിങ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹോബീസും നമ്മളെ അതിന് ഹെൽപ്പ് ചെയ്യും എന്ന് തോന്നുന്നു. ഈ സിനിമയൊക്കെ കണ്ടിട്ടേ നമ്മൾ പോലീസ് ആയി കഴിഞ്ഞാൽ ആരെങ്കിലും പിടിച്ച് ഇടിക്കേണ്ടി വരില്ലേ? സാർ തോന്നിയിട്ടുണ്ട് സാർ. ഫസ്റ്റ് ഈ ഒരു IPSന്റെ ട്രെയിനിങ് തന്നെ ആലോചിക്കുമ്പോൾ ഇപ്പോഴേ ആകെ കൂടെ അങ്ങ് കൈയും കാലും വരയ്ക്കുക. കാരണം മല കയറണം, പിന്നെ കയറ് പിടിച്ച് കയറണം, ഇതൊക്കെ ആലോചിക്കുമ്പോഴേ സാർ ഇപ്പൊ കുറെ നാളെ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ. അപ്പം പെട്ടെന്ന് ഫീൽഡിലേക്ക് പോകുമ്പം എന്തായിരിക്കും എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ ഈ മല കയറണം അല്ലെങ്കിൽ അതുപോലെ പരിശീലിക്കണം എന്ന് പറയുമ്പോൾ ഓരോ കഥാപാത്രത്തിനും പറ്റുന്ന വിധത്തിൽ അതിന് ഇണങ്ങുന്ന വിധത്തിലുള്ള പരിശീലനം, അതല്ലെങ്കിൽ ആ കഥാപാത്രമാകാൻ വേണ്ട തയ്യാറെടുപ്പ് ഓരോ കഥാപാത്രത്തിന് മുമ്പും നടത്തണമല്ലോ. അത് എത്രമാത്രം ശ്രമകരമാണ്? ആദ്യം അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ കാണുന്ന, ഞാൻ ഇഷ്ടപ്പെടുന്ന സിനിമ ക്യാരക്ടേഴ്സും അതിലെ ആക്ടേഴ്സും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മളൊരു പ്രൊഫഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ അതിൽ കൂടുതൽ എങ്ങനെ നമുക്ക് മെച്ചപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ആലോചിച്ച് തുടങ്ങുമ്പോഴാണ് പല ആക്ടേഴ്സും ഇപ്പോൾ ആമിർ ഖാൻ, കമൽഹാസൻ പോലെയുള്ള ഒരുപാട് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഒരു പരിധിവരെ എന്നെ സിനിമയിലെത്താൻ കാരണമായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ ആമിർ ഖാനൊക്കെ ചെയ്യുന്ന പല ട്രാൻസ്ഫോർമേഷനും ഭയങ്കര എന്താ പറയുക ഐഡിയൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്യാരക്ടേഴ്സിന് ഓരോ ക്യാരക്ടേഴ്സും ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെയും ചിന്തിക്കുന്നുണ്ട്. ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, മാനറിസംസ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അതിലേറ്റവും നല്ല ട്രാൻസ്ഫോർമേഷൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കെട്ടിയുള്ളാണ് എൻ്റെ മാലാക എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അതിലൊരു ഇടുക്കിക്കാരനാണ്. അപ്പൊ അത് അപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് പരിചയമുള്ള ചുറ്റുപാടുകളുണ്ട്. വളരെ നിഷ്കളങ്കനായ ഒരു ഇടുക്കിക്കാരൻ. അതെ, ഞങ്ങൾ ഇടുക്കിക്കാരല്ല. നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ കണ്ടത് ബോയ് നെക്സ്റ്റ് ഡോർ ആ ഒരു, അതെ, അങ്ങനെ ആ സംസാര രീതിയും കുറച്ച് ലൗഡാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ എല്ലാം ഉണ്ട്. പിന്നെ അതിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം, എൻ്റെ അടുത്ത് ആദ്യം കഥ പറഞ്ഞത് കുറച്ച് കൊടവയറ് വേണം, ഫുഡ് കഴിക്കണം നന്നായിട്ട്. സാധാരണ എല്ലാരും പറയുന്നതാണ് ഒന്ന് ഫിറ്റ് ആയിട്ടിരിക്കണ, കാണുമ്പോൾ ഒരു ഇതൊക്കെ വേണം എന്നാണല്ലോ. അപ്പൊ ഇത് എൻ്റെ അടുത്ത് ആദ്യം തന്നെ പറഞ്ഞത് ഒരു ഇടുക്കിക്കാരൻ കർഷകനാണ്, നല്ല പഴങ്കഞ്ഞിയൊക്കെ കഴിച്ച് നല്ല പണിക്ക് പോകുന്ന ഒരുത്തനാണ്. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടിക്കി ടാക്ക എന്ന് പറഞ്ഞൊരു മൂവിയാണ്. അതൊരു കംപ്ലീറ്റ്ലി ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ഈ ടിക്കി ടാക്കയെ കുറിച്ച് പറയുമ്പോൾ ആസിഫ് ഇന്നലെ ഒരു കുറിപ്പ് ഇട്ടിരുന്നു. അപ്പോൾ ഈ ടിക്കി ടാക്കയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ കുറിച്ചും അതിന്റെ പെയിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഒരു ഫൈറ്റ് മോഡിലുള്ള അല്ലെങ്കിൽ ഫൈറ്റർ ആയിട്ടുള്ള കഥാപാത്രമാണ്. ഞാൻ കഥാപാത്രത്തിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നില്ല, പക്ഷെ അതാവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട്, അതിനിടയിൽ പറ്റിയ പരുക്ക്, അതൊക്കെ പറയുന്നുണ്ട്. ആ പരുക്ക് നേരിട്ടപ്പോൾ വീൽ ചെയറിലായി എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു മൊമെന്റിൽ കഴിഞ്ഞോ എന്നൊരു തോന്നൽ വന്നോ? എനിക്ക് ഭയങ്കരമായിട്ട്. കാര്യം എൻ്റെ ഇപ്പം ഞാനൊരു തികഞ്ഞ ഈശ്വരവിശ്വാസിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ദൈവം സഹായിച്ച് ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 16 വർഷമായി. അപ്പം ഈ ഒരു സമയത്തും വീട്ടിൽ അങ്ങനെ സിനിമ ഷൂട്ടില്ലാതെയോ അല്ലെങ്കിൽ ഒരു തിരക്കില്ലാതെയോ ചുറ്റും ആളുകളില്ലാതെ ഒന്നും ഇരിക്കേണ്ട ഒരു അവസരം എനിക്ക് വന്നിട്ടില്ലായിരുന്നു. എപ്പോഴും എൻ്റെ കൂടെ സിനിമ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ഒരു ഫ്ലോയിൽ പോയി. എൻ്റെ കരിയറിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അല്ലെങ്കിൽ എനിക്കൊരു തിയേറ്റർ എൻ്റർടൈനർ ആയിട്ടുള്ള ഭയങ്കര മാസ് ഇടിപ്പടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിട്ടാണ് ടിക്കി ടാക്ക ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഷൂട്ട് തുടങ്ങാൻ ഇതുപോലെ തന്നെ സംവിധായകൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഇതിനൊരു കംപ്ലീറ്റ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വേണം. അപ്പം ഞാൻ 8 മാസം കൊണ്ട് ഞാനൊരു കംപ്ലീറ്റ് നന്നായി ഭക്ഷണം കഴിക്കുന്ന, നന്നായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. അപ്പം ഞാൻ ആ ഒരു 8 മാസമായിട്ട് ഡയറ്റും വർക്കൗട്ടും ആയിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ റിക്വയർമെൻറ്റിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ഫിസിക്കലിലേക്ക് എത്തി ഷൂട്ട് ജോയിൻ ചെയ്ത 5-ാമത്തെ ദിവസം
ഞാൻ വീണ് എൻ്റെ കാലിന് നീ പൊട്ടി, ഞാൻ വീൽ ചെയറിലായി. ബേസിക്കലി 3 മാസം ഞാൻ ബെഡ് റിഡൺ ആയിരുന്നു. അപ്പൊ ആ സമയം എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. കാര്യം ഞാൻ വീട്ടില് ഒറ്റയ്ക്ക് ഇരിക്കാന്നല്ല, വീട്ടില് ഇരിക്കുക, റെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 16 വർഷത്തിനിടയ്ക്ക് 3 മാസം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. 16 വർഷം എന്നല്ല, എനിക്കിപ്പോ 39 വയസ്സായി. 39 വയസ്സിൽ ഞാൻ ഇത്രയും സമയം അടുപ്പിച്ചൊരു മുറിയിൽ ഇരുന്നിട്ടില്ല. കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ പേസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത്രയും ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്റെ റിയൽ ലൈഫിൽ ഞാൻ. അപ്പൊ ആ ഒരു ഇരിപ്പ് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. അതിൽ നിന്ന് റിക്കവർ ചെയ്യും. കാര്യം ഞാൻ എനിക്ക് ആക്സിഡന്റ് ആയി ഇമ്മീഡിയറ്റ് എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ എത്തി ആ ഡോക്ടറിന്റെ അടുത്ത് എല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഞാൻ ചോദിക്കുന്നത് എനിക്ക് എപ്പോൾ ഷൂട്ടിന് പോകാൻ പറ്റും എന്നാണ്. അതായത് ഇദ്ദേഹം എന്നോട് ടെക്നിക്കലി ACL MCL എന്നൊക്കെ പറയുന്നതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഞാൻ ഒറ്റ ചോദ്യം തിരിച്ചു ചോദിച്ചു, ഡോക്ടർ എനിക്ക് എപ്പോൾ ഷൂട്ടിന് പോകാൻ പറ്റും എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ എന്നെ ഇങ്ങനെ നോക്കി. ഞാൻ ചോദിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് എന്നെ കൊണ്ടുവന്നു, ഇന്ന് വൈകുന്നേരം പോകാൻ പറ്റുമോ അതോ ഇനി നാളെ പോകാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം എന്നെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ ഞാനൊരു 4 മാസം കൊണ്ട് നടത്തിക്കാം, നമുക്ക് 8 മാസം കഴിഞ്ഞ് ഷൂട്ടിന് പോവാം എന്ന് പറഞ്ഞു. അത് അഭിലാഷ്, എനിക്ക് നമ്മൾ ഈ കണ്ണിൽ ഇരുട്ട് കയറുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, സീനിലൊക്കെ എഴുതി വെച്ചിട്ട് കണ്ടുണ്ട്. അത് പക്ഷെ അനുഭവിച്ചത് അതാണ്. ഞാൻ ലിറ്ററലി കണ്ടു. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ 8 മാസം എന്ന് പറയുന്നത് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. അതും ഞാനിട്ട എഫേർട്ട് ഉണ്ട്. ഒരിക്കലും ബെഡ് റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഡയറ്റിലും വർക്കൗട്ടിലും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഉണ്ടാക്കിയ ഓരോ പാക്കും മാഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. അല്ല, അതൊരു സ്ട്രഗിൾ കൂടെയാണല്ലോ. നമ്മൾ അത്രയും അധ്വാനിച്ച് ഒരു കാര്യത്തിന് വേണ്ടി അത്രയും ശ്രമിച്ചിട്ട് വളരെ അപ്രതീക്ഷിതമായി ഒരു താൽക്കാലിക പരാജയം സംഭവിക്കുക. പക്ഷെ നമുക്ക് അതിനെ ഓവർകം ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ നേടിയിട്ടുള്ള പ്രോഗ്രസ്സിനകത്ത് അധികം പിറകോട്ട് പോകാനും പാടില്ല. എങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? ഞാനൊരു പോയിന്റിലെത്തി അഭിലാഷ്, അതായത് ശ്രമിച്ചാൽ നടക്കും എന്ന് എനിക്ക് മനസ്സിലായ ഒരു പോയിന്റ്. കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തിട്ടില്ല. കാര്യം ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനെ പറ്റിയിട്ട് ഞാൻ ഒരു പോയിന്റിലും ചിന്തിച്ചിട്ടില്ലായിരുന്നു. കാര്യം എനിക്ക് ഉച്ചയ്ക്ക് ചോറ് വേണം, മീൻ പൊരിച്ചത് വേണം എന്നൊക്കെ പറയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു 6 പാക്കിലേക്കൊക്കെ എത്തും എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചു. പക്ഷെ അത് ആ ഫ്ലോയിൽ നടന്നു. ഞാൻ ഈ പറയുന്ന ട്രാൻസ്ഫോർമേഷനിലേക്ക് എത്തി. ഞാൻ ഈ ആക്സിഡന്റ് ആയി ഞാൻ ബെഡിൽ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഈ പറഞ്ഞ വിഷമം വന്നു. ഞാൻ എടുത്ത എഫേർട്ട് വെറുതെ ആയി പോയി, ഇനി അത് പറ്റുമോ എന്നൊക്കെ തോന്നി. പക്ഷെ എനിക്ക് മനസ്സിലായി ഞാൻ ശ്രമിച്ചതുകൊണ്ട് അത് എനിക്ക് പറ്റി, അത് ഇനിയും എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ശരിക്കും എൻ്റെ കരിയറിലെ തന്നെ വലിയൊരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ടായിരുന്നു കിഷ്കിന്ധാകാന്ഡ്? അതെ, ഉറപ്പായിട്ടും. അതെ, അന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാം ഈ വഴി. ഞാൻ തുടങ്ങിയത് എവിടെ നിന്നാണെന്ന് എനിക്കറിയാം. അപ്പൊ ഒന്നൊന്നും തുടങ്ങാൻ എനിക്ക് ഒരു മടിയില്ല എന്ന് മനസ്സിലാക്കിയത് ആ ആക്സിഡന്റിന് ശേഷമാണ്. ഇപ്പോൾ ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ കിഷ്കിന്ധാകാന്ഡം, അതുപോലെ തന്നെ രേഖാചിത്രം, ബാക്ക് ടു ബാക്ക് 50 CR മുകളിൽ കളക്ട് ചെയ്തിട്ടുള്ള വലിയ ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ സ്വയം തോന്നുന്നുണ്ടോ ഞാൻ കൊള്ളാം, ഗംഭീരമാണ്? എനിക്ക് ഇത്രയും നാളില്ലാത്തൊരു പേടി ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് എവിടെയൊക്കെ ഇതിങ്ങനെയൊക്കെ പൊക്കോളും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രേക്ഷകർക്ക് എന്നിലുള്ള വിശ്വാസം കൂടുതലാണ്. പണ്ടൊന്നും അഭിപ്രായം കേട്ടിട്ട് സിനിമയ്ക്ക് പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്നവർ ഇപ്പൊ നേരെ ആസിഫിന്റെ സിനിമയാണെങ്കിൽ കാണാൻ പോവാം, അതിനൊരു മിനിമം ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം എക്സ്പീരിയൻസ് പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ഉൾക്കൊള്ളാൻ പറ്റും? ഒരു സ്ട്രഗിള് അവിടെ ഉണ്ട് സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യരെ സംബന്ധിച്ച്. ഇപ്പം നമ്മൾ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു സിനിമാ നടനെ കാണുമ്പോൾ നമ്മൾ വെളിച്ചത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ സാധാരണ മനുഷ്യർക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ ഞാൻ ഇതോടുകൂടി അവസാനിച്ചു, അതല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെയ്യണം, ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള അതിപ്പോൾ അദ്ദേഹം തന്നെ പറയാണ്. അപ്പം നിങ്ങൾ ഒരു ജേർണിയുടെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. എന്ത് തോന്നുന്നു നന്ദനയ്ക്ക്? എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഈ സ്ട്രഗിള് അല്ലെങ്കിൽ തോറ്റിരിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ UPSC ആസ്പിറൻസിന് ഒരു പുത്തരിയായിട്ടുള്ള കാര്യമല്ല. ഞങ്ങള് തോക്കുന്നു, ആഴ്ചയിൽ ടെസ്റ്റ് എഴുതുന്നു, തോക്കുന്നു, വീണ്ടും എഴുതുന്നു, തിങ്കളാഴ്ച വീണ്ടും തുടങ്ങുന്നു. സെക്കൻഡ് അറ്റംപ്റ്റ് ആണ് എൻ്റെ. അപ്പോൾ നമുക്കും ആദ്യം തോൽവി വരുമ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഞങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ മറ്റേ പാമ്പും കോണിയും കളി പോലെയാണ്. ഞങ്ങൾ ഇന്റർവ്യൂവിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങൾ 98-ലാണ് നിൽക്കുന്നത്. ഒന്നെങ്കിൽ 100-ലെത്തും, അല്ലെങ്കിൽ പാമ്പിന്റെ വായി കയറി വീണ്ടും 2-ലെത്തുന്ന നിൽക്കുന്നത്. അപ്പോൾ സ്ട്രഗിള് തീർച്ചയായിട്ടും ഒരുപാട് കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് മെന്റലി ഞങ്ങൾക്ക് ഫിസിക്കലിനേക്കാളും മെന്റലായിട്ടുള്ള സ്ട്രഗിളാണ്. കാരണം ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു പരീക്ഷയിൽ വിശ്വസിച്ച് ഞങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്ട്രഗിൾ ഞങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ വാസിഫ് പറഞ്ഞല്ലോ, ജിമ്മ്, വർക്കൗട്ട്, ഡയറ്റ്, ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ വളരെ പ്രധാനമാണ്. അതുപോലെ നമ്മളെ സംബന്ധിച്ച്, നിങ്ങളെ സംബന്ധിച്ച് ബൗദ്ധികമായി നമ്മൾ ഇങ്ങനെ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചാണല്ലോ. നമുക്കൊരു 3 മാസം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ 2 മാസം വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതെങ്ങനെയാണ് ഇപ്പൊ ഇത് ഫിസിക്കലായിട്ടുള്ള കാര്യമാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ഇന്റലക്ച്വൽ ആയിട്ട് ആ കാര്യം എങ്ങനെയാണ് ഈ പറയുന്ന ഈ സ്ട്രഗിൾ? ഇപ്പം ആസിഫിക്ക പറഞ്ഞപ്പോൾ എനിക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. അതായത് 6 പാക്ക് ഒക്കെ വന്നു കഴിഞ്ഞ്
പിന്നെ ബെഡ് റെസ്റ്റിലോട്ട് പോയി. എൻ്റെ ഇതിപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ്, അതായത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇന്റർവ്യൂ സ്റ്റേജ് വരെ എത്തി, അതായത് ഫൈനൽ കടമ്പ എത്തി, പക്ഷെ പെട്ടെന്ന് താഴോട്ട് പോകും. പിന്നെ ഞാൻ പ്രിലിംസ്, അതായത് വീണ്ടും ഫസ്റ്റ് ഇയർന്ന് സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പം എൻ്റെ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണെങ്കിലും അവിടെ വരെ പോയി, എന്താണെങ്കിലും നമ്മൾ ഇവിടുന്നൊക്കെ തന്നെയാണ് തുടങ്ങിയത്, ഇതുപോലെ അങ്ങ് തുടങ്ങുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് വീണ്ടും സെക്കൻഡ് അറ്റംപ്റ്റ് തുടങ്ങിയത്. ആദ്യത്തെ കടമ്പ കടക്കാതിരുന്നപ്പോൾ ആരെങ്കിലും നിരുത്സാഹപ്പെടുത്തിയോ ഇതൊന്നും പറ്റുന്ന കാര്യമല്ല വേറെ എന്തെങ്കിലും നോക്കിക്കോ അങ്ങനെ? ഇല്ല, ഓൾറെഡി നമ്മൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർവ്യൂ വരെ പോയാൽ നമുക്കറിയാമല്ലോ, അതായത് പൊട്ടൻഷ്യൽ ഉണ്ട്, നമ്മൾ കുറച്ചുകൂടി എഫേർട്ട് ഇട്ടാൽ മതി. പക്ഷെ നമുക്കും ഉള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത്രയും നാൾ ഞാൻ ഇത്രയൊക്കെ വായിച്ചു, ഇനി അടുത്ത ഒരു വർഷം ഞാൻ ഇതേ പ്രോസസ്സിൽ കൂടെ വീണ്ടും പോകണമല്ലോ, അതായത് പ്രിലിംസിൽ പോകണം, മെയിൻസിൽ പോകണം. അപ്പൊ വായന നിർത്തി വെക്കുമോ? അങ്ങനല്ല, അതായത് കളക്ടർ വായിക്കുന്നത് അതിനെപ്പറ്റി അറിയുന്നത് പോലെ അല്ലല്ലോ. ഒരു ആസ്പിരന്റ് ഇപ്പം പ്രിലിംസിനാണെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം, മെയിൻസിനാണെങ്കിൽ ഇരുന്ന് എഴുതണം. അപ്പോഴും ഈ ഫിസിക്കൽ കാര്യം നമ്മൾ കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റില്ല. ഈ 6 മണിക്കൂർ പരീക്ഷ എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫിസിക്കലി നമ്മൾ ഇരിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ, നടുവേദന, മെയിൻസിന്റെ ഒരു ദിവസം രാവിലെ 3 മണിക്കൂർ, ഉച്ച കഴിഞ്ഞ് 3 മണിക്കൂർ. അത് വെള്ളിയാഴ്ച ഒരു എക്സാം ഉണ്ട്, ശനിയാഴ്ച 2 എക്സാം 6 മണിക്കൂർ, ഞായറാഴ്ച 6 മണിക്കൂർ. അതായത് ടോട്ടലി ഇത്രയും സമയം ഇരുന്ന് നമ്മൾ എഴുതണം. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അതിലോട്ട് വീണ്ടും വരിക എന്ന് പറയുമ്പോൾ അറിയാത്തോണ്ട് ചോദിക്കണം. അപ്പൊ ഇതിന് നമ്മൾ ഈ നോർമൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉണ്ട്? ഈ പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഫർ ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഷോർട്ട് കട്ട്സ്? നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നമുക്ക് ആ പാറ്റേൺ മനസ്സിലാവും, അതായത് UPSC എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം കറണ്ട് അഫയേഴ്സ് UPSC എക്സാമിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം കഴിഞ്ഞ വർഷം നടന്ന സംഭവങ്ങളായിരിക്കില്ല നമ്മുടെ സൊസൈറ്റിയിൽ ഈ വർഷം നടക്കുക. ഇപ്പം കഴിഞ്ഞ തവണ മഴ കൂടുതലായിരുന്നു, അല്ലെങ്കിൽ മഴ കുറവായിരുന്നു, അപ്പം അതിനെ റിലേറ്റഡ് കുറേ ക്വസ്റ്റ്യൻ വന്നു. ഈ തവണ ഇപ്പം മഴ കൂടുതലായി, ലാൻഡ് സ്ലൈഡ് വന്നു, അങ്ങനെ ആകുമ്പോൾ അതിനെ റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഇരിക്കണം. അപ്പം നമ്മൾ എപ്പോഴും വായിച്ച് അല്ലെങ്കിൽ പഠിച്ച്, അതായത് നമുക്കൊരു റെസ്റ്റ് പീരീഡ് എന്ന് പറയുന്നതില്ല. എക്സാം ക്ലിയർ ചെയ്യുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പഠിച്ച ആ ഒരു പ്രോസസ് ഹോബിയാക്കി മാറ്റണം അല്ലേ? ഹോബിയായിട്ട് മാറ്റണം. പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹാപ്പിനെസ് ഞാനിപ്പോ ഈ ശ്രീജിത്ത് IPS അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂല് കണ്ടപ്പോ അദ്ദേഹം പഠിത്തം ഒരു ഹോബിയാക്കി മാറ്റിയാൽ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നു. ഞാൻ അപ്പൊ അത് എങ്ങനെയായിരിക്കും പഠിത്തം ഒരു ഹോബിയാണല്ലേ? എക്സാം 3 മണിക്കൂർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുട്ടിക്കാൻ മെരീനിൽ പഠിക്കുമ്പോ ആദ്യത്തെ ആൻസർ ഷീറ്റ് തരുന്നത് ഇങ്ങനത്തെ ഒരു പേജാണല്ലോ, മടക്കുന്ന പേജ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എക്സ്ട്രാ പേപ്പർ വാങ്ങിച്ചപ്പോ എന്റെ ക്ലാസ് കൈയടിച്ചു. അതായിരുന്നു എനിക്കും എക്സാമുമായിട്ടുള്ള ബന്ധം. എന്റെ ലൈഫിലൊക്കെ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു സിവിൽ സർവന്റ് ആവണം എന്നുള്ളതാണ്, IAS അല്ലെങ്കിൽ ഈ പറഞ്ഞ സിവിൽ സർവീസ് എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ നടന്നില്ലെങ്കിൽ എന്ത്, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? സാർ, ഇതെന്റെ അഞ്ചാമത്തെ ശ്രമത്തിൽ ഞാൻ ഇത് കിട്ടുന്നതാ. ആദ്യത്തെ 3 പ്രാവശ്യം പ്രിലിംസ് പോയി. 3 പ്രാവശ്യം വരെ ഞാൻ പ്ലാൻ ബീനെ പറ്റി ചിന്തിച്ചില്ല. ഒരു പ്ലാൻ ബീനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഫോർച്യൂണിന്റെ സ്കോളർഷിപ്പ് കിട്ടി. എങ്കിൽ പിന്നെ വീണ്ടും ഇതെന്നെ അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 4th വീണ്ടും പോയപ്പോ ഞാൻ വീണ്ടും പ്ലാൻ ബിയെ പറ്റി ചിന്തിക്കാന്ന് വെച്ചപ്പോഴത്തേക്കും വീണ്ടും വീട്ടുകാർ പറഞ്ഞു എഴുതും, ഇന്റർവ്യൂ വരെ പോയതല്ലേ. അങ്ങനെ 5th അറ്റംപ്റ്റ് ആയപ്പോ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇനി കിട്ടിയില്ലെങ്കിലോ, ഇനിയൊരു പ്ലാൻ ബീനെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞപ്പോൾ റിസൾട്ട് ഒന്നും കിട്ടി. ഇനിയിപ്പോ പ്ലാൻ ബി ആവശ്യമില്ലല്ലോ എന്ന് വെച്ചാൽ പിന്നെ ചിന്തിച്ചിട്ടില്ല സാർ. നമ്മളിപ്പോ ഈ ക്യാരക്ടറുകളെ കുറിച്ച് പറയുമ്പോൾ അവസാനം വലിയ ഹിറ്റായിട്ടുള്ള ഇപ്പോൾ രേഖാചിത്രമാവട്ടെ, അതല്ലെങ്കിൽ കിഷ്കിന്ധാകാന്ഡമാവട്ടെ, അതിലൊക്കെ നായക കഥാപാത്രങ്ങൾക്ക് ഒരു അണ്ടർലൈൻ ഫാക്ടറായിട്ടൊരു നിരാശ, അതല്ലെങ്കിൽ ഒരു വിഷമം കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷമത്തെ ഒരു തരത്തിൽ ഔട്ട് പവർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്ന ഒരു കഥാപാത്രം, ഒരു നായക കഥാപാത്രം കൂടിയാണ്. ഈ ആക്സിഡന്റ് കഴിഞ്ഞ് ചെയ്യുന്ന 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള വിഷാദത്തിൻ്റെതായ നേരിയ ഛായ ആ കഥാപാത്രങ്ങളിലുണ്ടെന്ന് കാണുന്ന ഒരാൾക്ക് തോന്നാം. അത് ചെയ്യുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? എനിക്ക് കിഷ്കിന്ധാകാന്ഡം ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. കാര്യം അത് എനിക്ക് ഈ റീസെന്റ് ടൈംസിൽ ഞാൻ വായിച്ച ഏറ്റവും രസമുള്ള സ്ക്രീൻ പ്ലേ ആയിരുന്നു അത്. ഈ അപ്പുപിള്ള എന്ന് പറഞ്ഞ അച്ഛനും ആ അച്ഛനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മകനും ഇവരുടെ മിസ്സായി പോയ ചച്ചു എന്ന് പറഞ്ഞ ഈ ഇദ്ദേഹത്തിന്റെ മകനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഭയങ്കര രസമായിട്ട് ആ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് പല സമയത്തും നമുക്ക് അഭിനയിക്കുമ്പോൾ ഇത് ഡയലോഗ് പഠിച്ച് നമ്മൾ വെറുതെ പറയുന്നതിനേക്കാൾ കുറെ കൂടെയൊക്കെ നമ്മൾ ഇത് ഉള്ളിലേക്ക് എടുക്കാൻ നോക്കും. ഈ പഠിത്തം ഹോബിയാക്കണം എന്ന് പറയുന്ന പോലെ ഇത് കുറച്ചും കൂടെ പേഴ്സണൽ ആക്കാൻ ശ്രമിക്കുക. അപ്പൊ ഞാൻ അജയന്റെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പോയിന്റിൽ, ഇപ്പൊ സിനിമ എല്ലാവരും കണ്ടതുകൊണ്ട് ഞാൻ പറയും, ഈ അജയന്റെ കുഞ്ഞ് മരിച്ച് കിടക്കുന്നതും കണ്ടിട്ട് അജയൻ റിയാക്ട് ചെയ്യണം. അത് റിയാക്ട് ചെയ്യണം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയില്ല. നമ്മൾ ഇതുവരെ ഒരാൾ മരിച്ചു കിടക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാകുന്ന വളരെ അപൂർവമായിട്ടാണ്. അപ്പോൾ സ്വന്തം കുഞ്ഞ് വെടികൊണ്ട് മരിച്ചു കിടക്കുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല.
അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒരുപാട് മനസ്സിലിട്ട് ആലോചിച്ചു. അത് ഞാൻ മറ്റേ ബുക്ക് എടുത്ത് പഠിക്കും അങ്ങനെയൊന്നുമല്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ ആലോചനകൾ പല സമയത്തും അത് മനസ്സിലിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത് പേഴ്സണൽ ആവും. നമുക്കത് ഇമോട്ട് ചെയ്യണമെങ്കിൽ എന്താ നമ്മൾ ചെയ്യുക? നമ്മുടെ കുട്ടിയെ പറ്റി ആലോചിക്കുക. നമ്മുടെ കുട്ടി അങ്ങനെ ഒരു അവസരത്തിൽ കണ്ടാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. അത് ഭയങ്കര പേഴ്സണലായിരുന്നു, അത് ഭയങ്കര പ്രശ്നമായിരുന്നു എനിക്ക്. അത് ഓവർകം ചെയ്യാനും അത് അഭിനയിച്ച് കഴിഞ്ഞിട്ടും നിന്നു അങ്ങനെ. അതെ, പല സമയത്തും അത് പേഴ്സണൽ ആയിപ്പോയി എനിക്ക്. അത് കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പം പല സമയത്തും ഞാൻ പോലും പ്ലാൻ ചെയ്യാത്തൊരു വിഷാദം ആ സിനിമയിലെ പല സമയത്തും എൻ്റെ ക്യാരക്ടറിന്റെ മുഖത്തുണ്ടായിരുന്നത്. പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി സംവിധായകനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ആക്ടറാണ്. അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സംവിധായകനാണ് അതിന്റെ ക്യാപ്റ്റൻ. ഞാൻ ഇങ്ങനെ പോയി ചോദിച്ചുകൊണ്ടിരിക്കും, ഓക്കെ ആണോ, ഇതിൽ എന്താ വേണ്ടത്, എന്താ മാറ്റേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവരുടെ ഗൈഡൻസും ആ ഒരു ടീം വർക്കും ഉണ്ട്. അപ്പം പല സമയത്തും നമുക്ക് കുറെ കൂടി ഈസി ആവും ഇത്. യെസ്, ഇപ്പോൾ സർക്കിട്ട് തിയേറ്ററുകളിലുണ്ട്. ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്റ്റാർഡം അല്ലെങ്കിൽ നമ്മുടെ വിജയങ്ങൾ, അപ്പം ഞാൻ ഇനി എന്ത് തരം ക്യാരക്ടർ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ നടക്കുമോ? അതോ പല കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അതിൽ ചിലപ്പോൾ ഒരുപക്ഷെ സ്റ്റാർ അല്ലെങ്കിൽ മാസ് എലമെന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് അതീതമായിട്ട് ആണോ കാണുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു സെലക്ഷൻ? ഞാൻ അഭിലാഷ് എപ്പോഴും പ്രസന്റിൽ ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അങ്ങനെയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത്. എവിടെയാണോ ഞാൻ അവിടെയാണ്, ഞാൻ അവിടുത്തെ ആളാണ്. ഞാൻ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ ആ സമയത്തിനെ പറ്റി മാത്രം. ഇപ്പം ഞാൻ എൻ്റെ അടുത്തൊരു സ്ക്രിപ്റ്റ് വരുമ്പോൾ അത് ഞാൻ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്യും. ആ നറേഷൻ ഞാൻ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഇഷ്ടമാണ്, ഞാനത് സിനിമയാക്കും. അതൊരിക്കലും ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എൻ്റെ കരിയറിൽ, അതായത് എനിക്ക് സ്ക്രീനേജിൽ കല്യാണം കഴിക്കാനായിട്ടില്ലെന്ന് ചിന്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പോൾ കെട്ടികളാണ്ട മലക ചെയ്യുന്ന സമയത്ത്, ഉയരെ ചെയ്യുന്ന സമയത്തും ഒക്കെ ആളുകൾ എന്നോട് പല ഉയരെ ചെയ്യുമ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യുന്നത്, ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് ഉള്ള ആളല്ലേ, അത് ബ്രേക്ക് ചെയ്യണം എന്തിനാന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്ക്രിപ്റ്റ് എനിക്ക് ഭയങ്കര ഉയരെ, എസ്പെഷ്യലി ഗോവിന്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നമുക്ക് അറിയാം. നമ്മളെല്ലാം കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതെ, എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം. ആ റിലേഷനെ പറ്റിയിട്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ ഉയരെ കാരണമായിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ ആ ക്യാരക്ടറിനെ പറ്റിയിട്ടോ അത് കരിയറിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയിട്ട് ഒന്നും ചിന്തിക്കാറില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന ആ നരേഷൻ, ആ സിനിമ, അതേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ഇപ്പോൾ എഗെയിൻ സർക്കിട്ടിനെ പറ്റി ഞാൻ പറയുമ്പോൾ, സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ ഞാൻ ഒരു പാരന്റ് ആയതുകൊണ്ടാണ് എനിക്കത് ഇന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റിയത്. ഒരു ഹണിബി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കിളിബോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സർക്കിട്ട് പറഞ്ഞിരുന്നത്, എനിക്ക് മനസ്സിലാവുമല്ലോ ഇല്ലായിരുന്നു. ഒരു കുട്ടിയെയും പറ്റിയിട്ടും ആ കുട്ടിയുടെ റിലേഷനും പാരന്റിങ്ങിനെ പറ്റിയിട്ടും ADHD ഉള്ള ഒരു കുട്ടിയെ ഒരു പാരന്റ് എങ്ങനെ വളർത്തണമെന്ന് അന്നത്തെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പൊ സത്യത്തിൽ ജീവിതാനുഭവങ്ങളും കഥാപരിസരങ്ങളും ഒക്കെ പരസ്പര ബന്ധിതമാണ്. നമ്മളൊരു കാര്യം കൺസീവ് ചെയ്യും. ഉറപ്പായിട്ടും അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. നമ്മളൊരു ഭാഷ പഠിച്ചിട്ട് ആ സിനിമ കാണുന്ന പോലെ തന്നെയാണത്. ഞാൻ കുറേ നേരമായിട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആസിഫിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ചോദ്യമൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്ത്. ഞാൻ ഏറ്റവും പേടിച്ചു ഇവരോട് ഞാൻ എന്ത് ചോദിക്കും എന്നുള്ളത്. ഇപ്പം ആസിഫിക്കയുടെ ഒരു ഗ്രാഫ് നോക്കുവാണെങ്കിൽ ഇപ്പം നല്ല ഹിറ്റ് അടിച്ച് നിൽക്കുന്ന ഒരു ഫേസ്, പക്ഷെ ഇതിന് മുമ്പ് ആ ഒരു ലോ ഫേസ് ഉണ്ടായിരുന്നല്ലോ. അപ്പം UPSCയുടെ ഫീൽഡിലാണെങ്കിലും നമ്മളിപ്പം ആസ്പിരൻസിനോട് എപ്പോഴും പറയുന്നത് പെർസീവറൻസ് ഈസ് ദ കീ. അതായത് നിങ്ങൾ ഇപ്പോഴത്തെ ആ ഒരു ഔട്ട്പുട്ടിനെ നോക്കണ്ട, കുഞ്ഞു കുഞ്ഞു എഫേർട്ട് വലിയൊരു എഫേർട്ടിലേക്ക് എത്തും. അപ്പം ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഇത്ര പെർസ്യൂറൻസ്, എന്ത് ആണ് ആ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിട്ട് ഈ പെർസ്യൂറൻസ് കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത്? എപ്പോഴും റോക്ക് ബോട്ടം കാണുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ ബേസ് എപ്പോഴും സ്ട്രോങ് ആക്കുന്നത്. ഇപ്പൊ നമ്മള് എപ്പോഴും ഇപ്പൊ ഞാൻ കയറി വന്ന ഒരു സക്സസ് ലൈനിൽ കണ്ടിന്യൂ ചെയ്ത് എൻ്റെ എല്ലാ സിനിമകളും ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. പക്ഷെ ഈ നമ്മുടെ ഈ ഗ്രാഫിലുണ്ടാവുന്ന ഈ ഒരു കയറ്റവും ഇറക്കവും ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് നമ്മൾ സോളിഡ് സ്ട്രോങ് ആക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പല സമയത്ത് നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്, അത് ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു കരിയറാണ് ഞാനും പ്രിഫർ ചെയ്യുന്നത്. എപ്പോഴും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നതിനേക്കാൾ ഇടയ്ക്കൊന്ന് താഴെ വീഴണം, വീണ്ടും വലിഞ്ഞു കയറണം. അപ്പൊ നമുക്ക് ഈ വീഴ്ച ഹാൻഡിൽ ചെയ്യാനും കെയറിൽ ഹാൻഡിൽ ചെയ്യാനും നമ്മൾ പഠിക്കും. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. സാർ, ഈ സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കുമല്ലോ സാർ, അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ബുക്ക് തന്നാൽ കുത്തിയിരുന്ന് പഠിച്ച് അത് ഇങ്ങനെ റിവൈസ് ചെയ്ത് അങ്ങനെ പഠിക്കുന്നത്. അപ്പോൾ ഒരു സ്ക്രിപ്റ്റൊക്കെ സാർ എങ്ങനെയാണ് ഇങ്ങനെ പഠിച്ചെടുക്കുക? ഞാൻ പൃഥ്വിരാജ് സാറിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ നോക്കി പഠിക്കുമെന്നൊക്കെ പെട്ടെന്ന് പറയുന്നത്. രാജേട്ടൻ ഒരു ഫോട്ടോ ഫ്ലാഷ് മെമ്മറി ആണെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം സയൻസ് സ്കൂളിലൊക്കെ പഠിച്ച്
അത് വേറൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ പക്ഷെ ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. എനിക്ക് ഒരിക്കലും ഇത്രയും ഡയലോഗ് ലൈൻസ് പോലും മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കാം എനിക്കൊരിക്കലും ഇപ്പം നിങ്ങൾക്ക് ഇതൊരു ബാലികാറമലയായിട്ട് തോന്നാത്തത് പോലെയാണ് എനിക്ക് സിനിമയെ പറ്റി തോന്നിയിട്ടുള്ളത്. ഞാൻ പല സമയത്തും സ്ക്രിപ്റ്റ് മുഴുവൻ ബൈഹാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ലെവൽ ക്രോസ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. അത് ഞങ്ങളും ഫുള്ളായിട്ട് ട്യൂണീഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പം കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ പുറം ലോകമായിട്ട്. എനിക്ക് ഫോൺ ഉപയോഗിക്കുന്ന ശീലം ഇല്ല. അപ്പൊ ഞാൻ അങ്ങോട്ടാണ് പോയേക്കുന്നതെന്ന് ഒരുമാതിരി എല്ലാവർക്കും. അപ്പൊ ആരും എന്നെ ബോധർ ചെയ്യുന്നില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ലൈക്ക് ഞാൻ, അമല, ഷർഫു, ഇതിന്റെ വളരെ ചെറിയൊരു ടീമുമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് ട്യൂണീഷ്യയിലൊന്നും, നമ്മൾ ട്യൂണീഷ്യയുടെ ക്യാപിറ്റലുണ്ട് ട്യൂണീസ് എന്ന് പറഞ്ഞിട്ട്, അവിടെ നിന്നൊരു 9 മണിക്കൂർ ബൈ റോഡ് ട്രാവൽ ചെയ്തിട്ട് ആണ് നമ്മൾ ഈ ലൊക്കേഷനിലേക്ക് എത്തുന്നത്. ഇത് സഹാറ ഡെസേർട്ടിന്റെ അറ്റമാണ്. അവിടെയാണ് സ്റ്റാർ വാർസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ്. ഞാൻ അവിടുത്തെ എത്തി ഷൂട്ട് തുടങ്ങുന്നതിനൊരു 10-12 ദിവസം മുന്നേ ഞങ്ങൾ എത്തി. മൂന്നാമത്തെ ദിവസം ഞാൻ ഈ ഫുൾ ബൗണ്ടഡ് സ്ക്രിപ്റ്റ് ഞാൻ ബൈഹാർട്ട് ചെയ്തു. കാര്യം എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ഞാൻ ഇരുന്ന് പഠിച്ചു. അപ്പോഴേ എനിക്ക് ആലോചിക്കണം ഇതൊക്കെ സ്കൂളിൽ ചെയ്യാമെന്നുള്ളത്. പക്ഷെ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ആയിപ്പോയേനെ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദ് ആണെങ്കിൽ ടോക്സിക് ബോയ് ഫ്രണ്ട്, മാരിറ്റൽ റേപ്പ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മൂവീസ് ആൾക്കാർ എങ്ങനെയാണ് എടുക്കാൻ പോകുന്നത്? സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സിനിമ റിലീസ് ആവുന്നതിന്റെ തലേന്ന് ആ ഒരു ടെൻഷൻ വരാറുണ്ടോ? ആൾക്കാർ ഇതെങ്ങനെയാണ് പെർസീവ് ചെയ്യാൻ പോണത്? ഇതിൽ എന്താണെന്ന് അറിയാം, ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. കാര്യം നമ്മൾ സിനിമ നല്ലത് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് പല ആളുകളും ഇതിനെ അഡ്രസ്സ് ചെയ്യാറില്ല. പക്ഷെ സിനിമ മോശം കാണിക്കുമ്പോൾ പുകവലിക്കുന്നുണ്ട്, മദ്യപിക്കുന്നുണ്ട്, കൂട്ടുകാർ കൂടുമ്പോൾ എന്തിനാണ് മദ്യം എന്നൊക്കെ ചോദിച്ചിട്ട് ആളുകൾ ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പം ഇന്നസെന്റ് അങ്കിൾ പറഞ്ഞിട്ടുണ്ട്, എന്റെയൊക്കെ കരിയറിലെ ഏറ്റവും നല്ല ഹ്യൂമർ ബോഡി ഷേമിങ്ങും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനും മുന്നേ കഴിഞ്ഞു പോയത് കൊണ്ട് ഞങ്ങളൊക്കെ കൈയടി വാങ്ങിച്ചു പോയെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ട് വരുമ്പോൾ അതിലെ ഡയലോഗ്സിനെ പറ്റി നമ്മൾ പല പ്രാവശ്യം ചിന്തിക്കും. ഇതിന്റെ അകത്ത് ബോഡി ഷേമിംഗ് ഉണ്ട്. ഇപ്പൊ ഇന്ദ്രൻ ചേട്ടനെ പറ്റി പറയുമല്ലോ, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ബോഡി കൊടക്കമ്പി എന്നല്ലാണ്ട് ഇന്ന് അത് വിളിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമ്മൾ പറയുന്ന പൊളിറ്റിക്സും ഒക്കെ ഒന്ന് ചിന്തിക്കണം. അപ്പൊ ഞാൻ അധികവും സിനിമയെ അങ്ങനെ ഭയങ്കരമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് ചിന്തിക്കാറില്ല. അതൊരു എന്റർടൈൻമെന്റിനായിട്ട് മാത്രമേ ഞാൻ കാണാൻ ശ്രമിക്കാറുള്ളൂ. പക്ഷെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഈ ഗോവിന്ദിനെയാണ് എനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ടിന്റെ റെഫറൻസ് ആണ് ശരിക്കും ഗോവിന്ദ്. കോളേജിൽ എൻ്റെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഈ ടോക്സിക് ആയിരുന്നു. കാര്യം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇത് ബങ്ക് ബെഡാണ്, എന്റെ മേളിലാണ് ഇദ്ദേഹം കിടക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞിട്ട് കുട്ടിക്കാനത്ത് അറിയാലോ, അവിടെ തണുപ്പായതുകൊണ്ട് ഫാൻ ഇല്ല. അപ്പൊ ഒരു പോയിന്റ് കഴിഞ്ഞാൽ പിൻ ഡ്രോപ്പ് സൈലൻസ്, എല്ലാ സീക്രട്ടും നമുക്ക് അറിയാം. അപ്പൊ ഇത് ഇങ്ങനെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാം. അപ്പം പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇത് വർക്ക്ഔട്ട് ആവില്ലെന്ന് പറയാം. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാക്രിഫൈസ് ചെയ്ത് കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി പല പല ലെവലിലേക്ക് ഇതിന്റെ വയലൻസ് വരെ കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ബോബി സഞ്ജയ് ഇതിന്റെ സ്ക്രിപ്റ്റ് നറേറ്റ് ചെയ്യുന്നു. ഇവര് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സാർ ഞാൻ ചെയ്യാൻ റെഡിയാണ്, എനിക്കറിയാം, ഗോവിന്ദിന് എനിക്കറിയാം, അത് വിട്ടോ എന്ന് ഞാൻ പറഞ്ഞു. ഈ കഥാപാത്രത്തെ സമൂഹം എങ്ങനെ എടുക്കുന്നു, എന്റെ ഇമേജിനെ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആ ക്യാരക്ടറിനെ പറ്റി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒരുപാട് പേർക്ക് ഒരു ഐ ഓപ്പണിംഗ് ആയിരുന്നു ഈ റിലേഷൻ. ഓക്കെ, നമ്മൾ ഇവിടെ ഇത് കട്ട് ചെയ്യണം, ഇവിടെ ഇത് നോ പറയണം, ഇതെനിക്ക് ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് പോകുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാൻ ഒന്നും കൂടെ ബ്രൈറ്റർ ആവും എന്നൊക്കെ ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തോട്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് സിനിമകൾ ഇത്തരം വിഷയങ്ങൾ അഡ്രസ് ചെയ്യാറില്ല. ഇപ്പോൾ ഈ ടോക്സിക് മാസ്കുലാനിറ്റിയെ അഡ്രസ് ചെയ്ത ഈ സിനിമ, പക്ഷെ നമ്മുടെ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കലിപ്പന്റെ കാന്താരിമാർ, ഏട്ടായി എന്നൊന്ന് അടിച്ചാൽ ഞാൻ സഹിക്കും, ഈ മട്ടിലൊക്കെയുള്ള ചില സാധനങ്ങൾ വരുമ്പോഴാണ് വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡുള്ള ഒരു സിനിമ അവിടെ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ മേക്കേഴ്സിന് അതിന്റെ ക്രെഡിറ്റ് ഉണ്ട്. എന്നാൽ പോലും അതിനൊരു ആക്ടർ എന്നുള്ള നിലയിൽ എങ്ങനെ കാണണം? ചില കാര്യങ്ങൾ നമ്മൾ റെസ്പോൺസിബിൾ ആയേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അറിയാവുന്ന എൻ്റെ സാധാരണക്കാരന്റെ രീതിയിൽ ചിന്തിക്കുന്ന, അഡ്രസ് ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നത്. നേരത്തെ ശ്രീവാച്ചന്റെ കാര്യവും പറയുണ്ടായിരുന്നു. അപ്പോൾ ഈ കഥാപാത്രമൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാർഡം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. ഞാനിപ്പോൾ 16 കൊല്ലമായിട്ട് ഇതിലിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം എൻ്റെ സ്റ്റാർഡത്തിന് ചേരുന്ന ക്യാരക്ടറാണോ ഇത് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും ക്യാരക്ടർ എടുക്കുമ്പോൾ? എനിക്ക് സ്റ്റാർഡത്തിനേക്കാളും എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എനിക്കൊരു തൃപ്തി ഉണ്ടാവുമല്ലോ. ഓക്കെ, ഇത് സ്ലീവാച്ചനായിട്ട്
ഗോവിന്ദനായിട്ട് നിന്നു, അല്ലെങ്കിൽ ഗോവിന്ദായിരുന്നു. ഇതിനൊരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു, ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഗോവിന്ദിനെ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്റെ വൈഫ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ആന്റി പോയിട്ട് പറഞ്ഞു, മോളെ അവളെ സൂക്ഷിച്ചോണം എന്ന് പറഞ്ഞു. അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം എല്ലാം ആ ഒറ്റ ക്യാരക്ടറിൽ മാറി. അത് ആ ക്യാരക്ടറിന്റെ സക്സസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ചില റിയാക്ഷൻസ് കിട്ടുന്ന ഒരു തൃപ്തിയുണ്ട്, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് ഏറ്റവും ഞാൻ എപ്പോഴും പറയുന്ന ഒരു സിനിമ ഓടുമ്പോൾ കിട്ടുന്ന സന്തോഷം ഉണ്ടല്ലോ, അതിനെ റീപ്ലേസ് ചെയ്യാൻ എനിക്ക് ലൈഫിൽ വേറെ ഒന്നുമില്ല. അതിനിപ്പോൾ എത്ര പൈസ വന്നെന്ന് പറഞ്ഞാലും ശരി, നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുന്നു പറഞ്ഞാലും ശരി, ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമയെ പറ്റി അതിന്റെ ക്യാരക്ടേഴ്സിനെ പറ്റിയും ആളുകൾ സംസാരിക്കുന്നതും ആ സിനിമ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് അൾട്ടിമേറ്റ്. ഈ ക്യാരക്ടറുകൾ വേണ്ട എന്ന് വെച്ചിട്ടുള്ള, ഞാൻ പറഞ്ഞ ഏതെങ്കിലും സാഹചര്യം കൊണ്ട് വേണ്ടാന്ന് വെച്ചതല്ല, അതല്ലാതെ ഈ ക്യാരക്ടർ കണ്ടിട്ട് കേട്ടിട്ട് എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുള്ള അങ്ങനത്തെ സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടോ? വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വേണ്ട എന്ന് വെച്ചിട്ടുള്ളതാണെങ്കിൽ എനിക്കത് വിഷമം ഇല്ല, കാര്യം അത് എന്റെ തീരുമാനമായിരുന്നു. ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ മോശമാകുമ്പോൾ വിഷമം ഉണ്ടാവുമെന്ന് വെക്കുമ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. കാര്യം ആ സിനിമ ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ വെക്കുന്നത് എന്റെ തീരുമാനമായിരുന്നു. ആ തീരുമാനത്തിൽ ഞാൻ ഹാപ്പിയാണ്, അതെന്റെ ഡിസിഷൻ ആയിരുന്നു. പിന്നെ വേറൊരാൾ നിർബന്ധിച്ച് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതോ അത് ചെയ്യിപ്പിക്കാതെ ഇരുന്നതോ അല്ല. അപ്പൊ അത് എന്റെ തീരുമാനമായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറേ ഇല്ല. ചില സിനിമകള് മിസ്സായി പോയിട്ടുണ്ട്, അതായത് ഞാൻ ചെയ്യേണ്ടതായിരുന്നു, അങ്ങനെ അവിടെ എത്തേണ്ട സമയത്ത് എത്താൻ പറ്റാതിരിക്കുക. പിന്നെ എൻ്റെ ഈ ഒരു പ്രശ്നമുണ്ട്, ഈ ഫോൺ കിട്ടൂല എന്നുള്ളത്, ഞാൻ എടുക്കില്ല ഫോൺ. അപ്പൊ അങ്ങനെ പല സമയത്തും ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇതിന് നിന്നെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്, കുറെ വിളിച്ചു കിട്ടിയില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വിഷമം ഉണ്ടാവും. അല്ല, ആ വിഷമത്തിൽ നിന്ന് ഞാൻ കുറച്ചുകൂടി ഡിസിപ്ലിൻഡ് ആവാം, ഇനി ഫോൺ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തിരിച്ചു വിളിക്കാം, അങ്ങനെ തീരുമാനിച്ചിട്ടില്ലായോ? ഇല്ല. ഒരു മനുഷ്യന് ഒരു മോശം സ്വഭാവം വേണം. അപ്പൊ ആസിഫിന്റെ കാര്യത്തിൽ ഇതാണ്. വീട്ടുകാരൊക്കെ വിളിക്കുമ്പോഴോ എടുക്കാറില്ല. എൻ്റെ അടുത്ത് പാരന്റ്സും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, പല സമയത്തും വിളിക്കുമ്പോൾ, അതായത് ഇവർക്ക് ഇപ്പോൾ പേഴ്സണലി എന്നെ വിളിക്കുന്നതിന് അറിയാം ഞാൻ എടുക്കൂലെന്ന്. പക്ഷെ ഞാനൊരു ആക്ടർ ആയതുകൊണ്ടും ഞാൻ സമൂഹത്തിൽ ഇൻഫ്ലുവൻഷ്യൽ ആയതുകൊണ്ട് എന്നെ കൊണ്ട് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട് പല പല കാര്യങ്ങൾക്ക്. അപ്പൊ അവരെന്നെ അടുത്തേക്ക് എത്തിപ്പെടാൻ പറ്റാതിരിക്കുമ്പോൾ നേരെ പോകുന്നത് എൻ്റെ വാപ്പാടെ അടുത്തും ഉമ്മടുത്തേക്കുമാണ്. അപ്പൊ അവിടെ ചെന്നിരുന്നിട്ട് ഒന്ന് ആസിഫിനെ വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് വാപ്പ ടെൻഷനാവും, വാപ്പ വിളിച്ചാൽ ഞാൻ എടുക്കുമല്ലോ വാപ്പക്ക് അറിയാം. വാപ്പ എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ആണ്. വാപ്പ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാനായിരുന്നു. ചെറുപ്പം മുതലേ ഞാൻ കാണുമ്പോൾ വാപ്പ രാവിലെ എഴുന്നേറ്റ് വീടിന്റെ 2 ഗേറ്റും തുറന്നിട്ട് എല്ലാവരെയും വെൽക്കം ചെയ്ത് എല്ലാവരുടെയും പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരാള് എന്നെ കൊണ്ടൊരു സഹായം ആവശ്യപ്പെട്ട് വാപ്പ അടുത്ത് എത്തുമ്പോൾ വാപ്പാക്ക് എന്നെ വിളിച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അല്ല, ആ ഒരു ലൈഫ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച്, ഏത് പൊതുപ്രവർത്തകനെ സംബന്ധിച്ചായാലും രാവിലെ 6 മണിക്ക് മുതൽ തുടങ്ങും, ഒരുപാട് ആളുകൾ സഹായം ചോദിക്കാൻ വരും, അത് കഴിഞ്ഞ് തീരുന്നത് ചിലപ്പോൾ രാത്രി 10 മണിക്കായിരിക്കും. ഒരു മുഴുവൻ സമയം എൻഗേജ്ഡ് ആയിരിക്കും. പേഴ്സണൽ ടൈം എന്ന് പറയുന്നത് വളരെ വളരെ കുറവായിരിക്കും, സ്പേസും. പല ആക്ടർമാരും രാഷ്ട്രീയത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഏതെങ്കിലും കാര്യത്തിൽ പൊതുപ്രവർത്തകനാകാൻ പറ്റും തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ഒരിക്കലും പറ്റില്ല. ഞാൻ അത്രയും പ്ലീസിങ് ആയിട്ടുള്ള നിങ്ങൾ എനിക്കിപ്പോൾ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവിൽ പറയാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസവും പ്രതീക്ഷയുമാണ്. അതാണ് ഏറ്റവും ഇപ്പം നമുക്ക് ഇപ്പം ഞാൻ പേഴ്സണലി ഒരു IAS ഓഫീസറിനെ, ഒരു IPS ഓഫീസറിനെ, ഇപ്പം ഞാൻ ഒരുപാട് വേദികളിൽ ഇത്തരത്തിലുള്ള ആളുകളായിട്ട് പങ്കെടുക്കും. അപ്പം അവരോട് സാധാരണക്കാർ കാണിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതായിരിക്കും എനിക്ക് തോന്നുന്നു നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന അക്കാഡമിക്സിനേക്കാളും നിങ്ങളുടെ സ്റ്റേറ്റസിനേക്കാളും ഒക്കെ വലിയ ഒരു മാർക്കായിട്ട് നിൽക്കാൻ പോകുന്നത്. പല വേദികളിലും ചെന്നിരിക്കുമ്പോൾ ഇവരോട് സംസാരിക്കുന്നത്, ഇവരിപ്പം നോർത്ത് നിന്നാണല്ലോ നമ്മുടെ ഇവിടെ ഒരുപാട് IAS ഓഫീസേഴ്സ് വന്നിട്ടുള്ളത്. അപ്പൊ ഇവര് സംസാരിക്കുമ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിരുന്നു ആദ്യം, എങ്ങനെ ഇത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഇവർ ഈ കുറച്ച് നാട് കൊണ്ട് മലയാളം. അപ്പൊ അവര് പറയുന്നതും ഇവരുടെ ആഗ്രഹം ഏറ്റവും സാധാരണക്കാരനിലും ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റണം, അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അപ്പൊ അവര് പിന്നെ ഉണ്ടല്ലേ ഭാഷ പഠിക്കണം. അതിനുവേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഈ ന്യൂ IASഉം അദ്ദേഹമായിട്ട് പത്തനംതിട്ട IAS കളക്ടറായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ വേദിയിരിക്കുമ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് കൊതിയായി പോകും. ഇപ്പോൾ 1-2 വിഷയങ്ങളും കൂടി സംസാരിച്ചാൽ, ഈ അടുത്ത് സമൂഹത്തിൽ ചർച്ചയാവുന്ന ഒരു കാര്യമാണ് സിനിമയിലെ വയലൻസ് സമൂഹത്തെ മോശമായി സ്വാധീനിക്കുന്നു, പ്രത്യേകിച്ച് പുതിയ തലമുറയെ അത് മോശമായി സ്വാധീനിക്കുന്നു. ഇപ്പോൾ വയലൻസ് ഉള്ള സിനിമകൾ കൂടി വരുന്നുണ്ട്. എന്താണ് അതേക്കുറിച്ചുള്ള അഭിപ്രായം? സിനിമ എന്റർടൈൻമെന്റ് ആണ് എന്നാണ് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. നമുക്ക് സാധാരണ നടക്കുന്നതും സമൂഹത്തിൽ നടക്കുന്നത് കണ്ട് സിനിമ എടുക്കുന്നു, സിനിമയിൽ കാണുന്നത് കണ്ട് സമൂഹത്തിൽ വരുന്നു എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ പല സമയത്തും നമ്മൾ
സിനിമയ്ക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുള്ള നമ്മൾ വായിച്ചിട്ടുള്ള ചില അനുഭവത്തിൽ നിന്നോ അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ അത് എനിക്കറിയില്ല സിനിമ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളത്. ഞാൻ പക്ഷെ അതിന് ഒരു രീതിയിലും മോശം പറയുന്ന ഒരാളല്ല. എനിക്ക് സിനിമയിൽ ഇച്ചിരി വയലൻസും, സിനിമ ലാർജർ ദാൻ ലൈഫ് ആയിട്ട്, അതായത് ഒരു സാധാരണക്കാരന് അയാളുടെ ലൈഫിലും ചുറ്റുപാടിലും കാണാൻ പറ്റാത്ത അയാളെ സ്ക്രീനിൽ കാണുന്നതാണ് സിനിമയുടെ മാജിക് എന്നാണ് ഞാൻ. ഓരോ ഹീറോ ആയിട്ട് വരുന്ന ക്യാരക്ടറിനെ അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് സാധാരണക്കാരന് ഉണ്ടാക്കുന്ന ഒരു എക്സൈറ്റ്മെന്റ്, അതാണ് സിനിമ. അപ്പൊ അതിലേക്ക് അതിൽ എന്താണ് തോന്നുന്നത്? കാരണം നിങ്ങൾ ഇനി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായാൽ സാമൂഹികമായ പല വിഷയങ്ങളും ഡീൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സമൂഹത്തിൽ ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ വയലൻസ്, ഇതൊക്കെ കൂടി വരുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് സിനിമ കൊണ്ടാണെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, സമൂഹം മാറുന്നതിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കല ഇൻഫ്ലുവൻസ് ചെയ്യും, നെഗറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യും, പോസിറ്റീവായി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പോലെയും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും കലയ്ക്ക് രണ്ട് രീതിയിലുള്ള സ്വാധീനം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പോസിറ്റീവായിട്ട് പല മാറ്റങ്ങളും നമ്മൾ കലയിലൂടെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിനിമ തന്നെയും ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ ടോക്സിക് ബോയ് ഫ്രണ്ട്സിനെയൊക്കെ ചിന്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസും ഉണ്ടായിരിക്കാം. പക്ഷേ സിനിമ കുറച്ചും കൂടെ സാർ പറഞ്ഞ പോലെ എൻ്റർടൈൻമെൻറ്റിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ബാലൻസിൽ നിൽക്കേണ്ടതും ആവശ്യമാണെന്ന് തോന്നുന്നു. എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? എൻ്റെ ഒപ്പീനിയനും ഇതൊക്കെ തന്നെ. കാരണം ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലത്തെ ഒരു മൂവി വന്നപ്പോൾ സൊസൈറ്റിയിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. കാരണം എനിക്കറിയാവുന്നവർ തന്നെ ഈ വിഷയങ്ങളൊക്കെ ഒരു സിനിമയിൽ കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് തോന്നിയത് അല്ലേ? നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ, അതായത് ഇപ്പം നമ്മൾ സാധാരണ ഫുഡ് കഴിക്കുന്നിടത്ത് അമ്മമാരോ ആരും വന്ന് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കില്ലായിരുന്നു. അത് പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ നോർമലൈസ് ചെയ്ത ഒരു കാര്യം. പക്ഷെ പെട്ടെന്ന് ഒരു സിനിമയിൽ ഇങ്ങനെ കാണിക്കുമ്പം അയ്യോ ഇത് ഇങ്ങനെയാണല്ലോ എൻ്റെ വീട്ടിലും നടക്കുന്നത് എന്നുള്ള ഒരു റിയലൈസേഷൻ വരും. അപ്പം ആ ഒരു റിയലൈസേഷന് സിനിമ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ള ഒരു റിയലൈസേഷൻ കൊടുക്കുന്നു. ഇപ്പോൾ മലയാള സിനിമ കൃത്യമായി കാണുന്ന ഒരാൾ കൂടിയാണ്. പുതിയ പുതിയ ടോപ്പിക്കുകളിലേക്ക് വരുന്നുണ്ട്. പരമ്പരാഗതമായി കാണിച്ചിരുന്ന വിഷയങ്ങൾക്കപ്പുറത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമൂഹം നേരിടുന്ന പല വിഷയങ്ങളും ഇവിടെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തപ്പോൾ സൂചിപ്പിച്ചു അല്ലേ? അപ്പോൾ അത് ഏത് തരത്തിലുള്ള ഇൻഫ്ലുവൻസ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നതാണ് വിചാരിക്കുന്നത്? സാർ, ഇത് ശരിക്കും എൻ്റെ UPSC ഇന്റർവ്യൂ ക്വസ്റ്റ്യന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ച സാധനമാണ്. അതായത് എങ്ങനെ നമ്മുടെ സിനിമ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നുള്ളത്. അപ്പോൾ അന്നാണ് ഏതാണ്ട് എൻ്റെ ഇന്റർവ്യൂ ടൈമിലാണ് മാർക്കോ റിലീസ് ആവുന്നത്. അപ്പോൾ വയലൻസിൻ്റെ ക്വസ്റ്റ്യൻ എന്തായാലും എക്സ്പെക്ട് ചെയ്താണ് ഞാൻ പോയത്. പക്ഷേ ശരിക്കും ജനങ്ങൾക്കറിയാം ഏതാണ് നല്ല സിനിമ, ഏതാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലാത്തത്. അവർക്ക് ശരിക്കുള്ളതും ഇല്ലാത്തതും അവർക്ക് സോർട്ട് ചെയ്തെടുക്കാനും പറ്റും. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് ഈ പറയുന്ന ഇപ്പം നമ്മൾ ശരിയാണ് നമ്മൾ ചൂസ് ചെയ്യുമെന്ന് പറയുന്നു. പക്ഷെ അത്രയും ഞാൻ പറഞ്ഞ അത്രയും ഇമോഷണലി പക്വത എത്താത്ത ആളുകളെ സംബന്ധിച്ചോ? അങ്ങനെയുള്ളിടത്ത് പാരന്റൽ ഗൈഡൻസ് ആണ് ആകെ കൂടെ പറയാനുള്ളത്. പിന്നെ കുട്ടികൾക്കും ഒരു പ്രോപ്പർ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്കൊരിക്കലും ഇതൊരു സെൻസർഷിപ്പിലേക്ക് എത്തിക്കാനൊന്നും പറ്റില്ല. പകരം ഒരു പാരന്റൽ ഗൈഡൻസോ ആ ഒരു നിലയ്ക്ക് കൊണ്ടുപോകാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതാണ്. അപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഇന്റർവ്യൂവിൽ ആസിഫ് വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞത് ഒരുപാട് ആളുകൾ ഷെയർ ചെയ്തതൊക്കെ കാണുകയുണ്ടായി. കുട്ടിക്കാലം മുതലേ അങ്ങനെ ഞാൻ ചെയ്യുന്നു, ഒപ്പം എനിക്ക് വേറൊരു തരത്തിലുള്ള സഹായം, അതല്ലെങ്കിൽ ദൈവം എൻ്റെ ഒപ്പം ഉണ്ട്, ആ ഒരു തോട്ടാണോ നയിക്കുന്നത്? ഉറപ്പായിട്ടും ഞാൻ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പല സമയത്തും ഞാൻ സിനിമയെ പറ്റി തന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞ് തിയേറ്ററിൽ ഇത് റിലീസായി ഒരു പബ്ലിക് ഓഡിയൻസ് കാണുന്നതിന് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. നമ്മുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഫുൾ കഴിഞ്ഞു, നാളെ റിലീസാണ്. ആ തിയേറ്ററിൽ ആ സിൽവർ സ്ക്രീനിലേക്ക് ഇത് വരുന്നതിന്റെ മുന്നേ ഇതിൻ്റെ അകത്തൊരു മാജിക് നടക്കും. ആ മാജിക് നടക്കും എന്ന് വിശ്വസിക്കുന്ന അതൊരു മിറക്കിളാണ്. അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാര്യം നമുക്കറിയാവുന്ന വലിയ സംവിധായകർ, വലിയ നടന്മാർ, വലിയ തിരക്കഥാകൃത്തുകൾ ഒരുമിച്ച് വന്നിട്ടുള്ള സിനിമകൾ ദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രതീക്ഷയില്ലാതെ വന്ന പുതിയ സംവിധായകർ വന്നിട്ട് ഇവിടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു മാജിക് എലമെന്റ് എന്താണെന്ന് പല സമയത്തും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റില്ല. അത് ടാക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള സിനിമകൾ മാത്രം ചെയ്താൽ മതി. ആ ഒരു മിറക്കലിന്, ആ ഒരു അത്ഭുതത്തിൽ ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കില്ല. ആ മാജിക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നാണോ, അതല്ലെങ്കിൽ നമുക്ക് റെഗുലറായി പ്രാർത്ഥിക്കുന്നു, വിശ്വാസമുള്ളത്? ഞാനൊരു വിശ്വാസിയാണ് ഞാൻ. അത് പ്രത്യേകിച്ച് മിറക്കളൊന്നും പ്രതീക്ഷിച്ചല്ല. അല്ല, മിറക്കളൊന്നും അല്ല. എനിക്കൊരു ഹോപ്പ് വേണം. ആ ഹോപ്പിനാണ് ഞാൻ വിശ്വാസം എന്ന് പറയുന്നത്. ഒപ്പം ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ സമീപകാലത്ത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് സമൂഹത്തിൽ വലിയ എല്ലാവരും ആസിഫിനെ അഭിനന്ദിച്ച ഒരു വിഷയം ഉണ്ടായത് ഈ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ആസിഫ് സ്വീകരിച്ച സമീപനമുണ്ട്. ഞാൻ ആ വിഷയം ഒരിക്കൽ കൂടി എടുത്തിടല്ല കേട്ടോ. എല്ലാവരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ടെലിവിഷൻ കമന്റേറ്റേഴ്സും ഒക്കെ അദ്ദേഹത്തെ വിമർശിച്ചപ്പോൾ വളരെ മാഗ്നാനിമസ് ആയി ഒരു നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അത് രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയും പറയാമോ, അല്ലെങ്കിൽ ഇങ്ങനെയും ഒരു കാര്യത്തിന് സൊല്യൂഷൻ ഉണ്ടാക്കാമോ എന്ന് എല്ലാ ആളുകളും വളരെ പോസിറ്റീവായി തിങ്ക് ചെയ്തു. പൊതുവെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു ശീലം
ക്ഷമിക്കുക, അങ്ങനെ അത് അങ്ങനെ തന്നെയാണോ? ഞാൻ ശീലിച്ചത് അങ്ങനെ ആയിരിക്കാം, ഞാൻ വളർന്നത് അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. ഒരുപാട് സുഹൃത്തുക്കളുടെ ഇടയിലും ഒരുപാട് ആളുകളായിട്ടും ഒത്തിരി മനുഷ്യരായിട്ട് ഇന്ററാക്ട് ചെയ്തൊക്കെയാണ് ഞാൻ വളർന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം. അത് ഒരിക്കലും ഒരു വലിയ സ്വഭാവ ഗുണമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ അതെന്റെ സാധാരണ അതെ, അത് സാധാരണമാണ്. അത് എനിക്ക് അതിനകത്ത് എനിക്കൊന്നും സ്പെഷ്യലായിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അതാണ് പല സമയത്ത് ചോദിക്കുമ്പോൾ എനിക്ക് ഇതിന് എന്താ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് കാര്യം ഞാൻ അങ്ങനെ ഒരു പ്രശ്നം സത്യമായിട്ടും അവിടെ എനിക്ക് അനുഭവപ്പെട്ടിട്ട് പോലും ഇല്ലായിരുന്നു. പക്ഷെ വിഷ്വലൊക്കെ വന്നപ്പോ അങ്ങനെ ആളുകൾക്ക് തോന്നി, അതൊക്കെ അത്രേ ഉള്ളൂ. അതെ, കാര്യം പിന്നെ ഈ സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അഭിലാഷ്, അത് ഒരു മനുഷ്യനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. കാര്യം നമുക്ക് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ചീത്ത പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ആരാ ചീത്ത പറയണത്, എന്താ ചീത്ത പറയണത്, അല്ലെങ്കിൽ എന്നോട് ചോദിക്കുമെങ്കിലും ചെയ്യാം. അല്ല, എന്തിനാ എന്നെ ചീത്ത പറയുന്നത് ചോദിക്കുക, ആരാ വന്ന് ചീത്ത പറയണത്, എല്ലാരും അടിക്കുന്ന എന്നാ ഞാനും കൂടെ അടിക്കാം എന്ന് പറയുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന് പറയുന്നത്. അതും നമ്മൾ ഇത്രയും നാളും ചെയ്തതും എല്ലാം മറന്നു കളയും ഒരൊറ്റ സമയം കൊണ്ട്. അപ്പൊ അത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് നമുക്ക് അറിയാവുന്നവരൊക്കെ ഇത് അനുഭവിക്കുന്നതും ഞാനും പേഴ്സണലി പല സമയത്തും ഇതിന് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഇത് ഈ വന്ന് ചീത്ത പറഞ്ഞവനും കണ്ടവനും എല്ലാം മറക്കും, പക്ഷെ ഇത് അനുഭവിക്കുന്നവന് ഇത് മാത്രം ഉണ്ടാവുള്ളൂ. ഇതിങ്ങനെ ഇതൊരു ഭയങ്കര ട്രോമയാണ്. ഇതിങ്ങനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ പല രീതിയിൽ പല തലങ്ങളിലേക്ക് ചിന്തിച്ചു പോകുന്നത്. അപ്പൊ അത് ഞാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിലൊരു അങ്ങനെ പേഴ്സണലായി, അതായത് എന്തിനാണെന്നോ ഏതിനാണെന്നോ അറിയാതെ ഒരു പരിചയമില്ലാത്ത ആളുകൾ വെറുതെ എന്നെ എന്തിനാണ് ഇങ്ങനെ ഇത്രയും വെറുക്കുന്നത്, ചീത്ത വിളിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും നമുക്ക് രാത്രി അത് നമുക്ക് മാത്രമല്ല നമ്മൾ അറിയാവുന്നവരെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഇതൊരു വിഷമമായി മാറും. കാര്യം നമ്മൾ ഇത്രയും നാളും ആളുകളോട് പെരുമാറിയതോ നമ്മൾ എങ്ങനെയുള്ള ആളാണെന്നോ ശരിക്കും നമ്മൾ എങ്ങനെയുള്ള ആളാണെന്നോ എന്നെല്ലാം മറന്നു പോകും. എല്ലാവരും അടിക്കണ്ട എന്നാ ഞാനൊന്ന് കൊടുത്തേക്കാം എന്നുള്ള ആറ്റിറ്റ്യൂഡിലേക്ക് പോകും ആളുകൾ. ഇപ്പോൾ സിനിമ അതല്ലെങ്കിൽ അതുപോലെ വലിയ ജനശ്രദ്ധയുള്ള പൊസിഷനുകളിൽ നിൽക്കുമ്പോൾ ഇവൻ എത്രയൊക്കെ ആയോ, ഒരു തരത്തിലുള്ള ഈ തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു അസൂയ എന്നോ എന്താണ് അതിനെ, ഒരുത്തൻ നന്നാവുന്നത് കണ്ടിട്ട് എനിക്ക് അത്ര പിടിക്കുന്നില്ല എന്നുള്ള മറ്റുള്ള അതുകൊണ്ടാണ് സെലിബ്രിറ്റീസ് വിളിക്കുന്നത് തന്നെ. ഇത് ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്ന ആൾക്കാരാണ്. അത് എല്ലാ രീതിയിലും ശ്രദ്ധ ഉണ്ടാവും എപ്പോഴും. ആളുകൾ നമ്മുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതും പല സമയത്തും പല ക്യാരക്ടേഴ്സും ആളുകൾ കമ്പയർ ചെയ്യും. നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾ നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ നമ്മൾക്ക് കമ്പാരിസൺ വരും. ഇപ്പൊ ഈ CCL എന്ന് പറഞ്ഞിട്ട് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു, എനിക്ക് ലാൽ സാറിനോട് ഭയങ്കര ബഹുമാനം. ഞാനിത് CCL കളിക്കാൻ പോയി, അതായത് ടൂർണമെന്റ് തുടങ്ങി ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഭയങ്കര ആരാധന കൂടി. കാര്യം അദ്ദേഹം മാത്രമാണ് ഇതൊരു ക്രിക്കറ്റാണ്, ഈ ഗെയിമിനെ മനസ്സിലാക്കി അവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങി ബോൾ ചെയ്യാനും ബാറ്റ് ചെയ്യാനും ഫീൽഡ് ചെയ്യാനും നിന്നത്. ബാക്കി ഇൻഡസ്ട്രിയിലെ സൂപ്പർ സ്റ്റാർസ് ഒക്കെ ചിന്തിച്ചത് വേറൊരു രീതിയിലാണ്. അതായത് എന്റെ ഫാൻസ് ആഗ്രഹിക്കുന്നത് എന്താ, 6 ബോളും 6 അടിക്കാൻ പോണ. ഇപ്പൊ തമിഴിൽ നിന്നൊരു സൂപ്പർ സ്റ്റാർ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇയാൾ 6 ബോളും 6 അടിക്കും, അതിൽ 6 എണ്ണവും ഗ്രൗണ്ടിന്റെ പുറത്തായിരിക്കും എന്നൊക്കെ ആയിരിക്കും ഇവർക്ക് ബാറ്റ് പിടിക്കാൻ അറിയാൻ പാടില്ല എന്ന് ഫാൻസ് മനസ്സിലാക്കി കഴിഞ്ഞ് ഇവരുടെ സ്റ്റാർഡും പൊളിയും. അങ്ങനെയൊക്കെ കോൺഷ്യസ് ആയിട്ടാണ് ആളുകൾ അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്. പക്ഷെ ലാൽ സാറിന് അങ്ങനെ ഇല്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, സെലിബ്രിറ്റീസിന്റെ കുറെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഈ പ്രൈവറ്റ് ടൈം കിട്ടാതിരിക്കുക എന്നുള്ള ഒരു പ്രശ്നം, പ്രൈവസി ഇല്ലാതിരിക്കുക എന്നുള്ള വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ എല്ലാ മനുഷ്യരെയും പോലെ കുടുംബത്തോടൊപ്പം പുറത്തു പോവുക, അതല്ലെങ്കിൽ ഡിന്നർ കഴിക്കുക, ഇനിയിപ്പോൾ സ്വന്തം സിനിമയോ വേറൊരു സിനിമയോ കാണണമെങ്കിൽ കാണുക, അതൊക്കെ നടക്കാറുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ മീറ്റർ നമ്മൾ എവിടെ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്ത് എന്റെ ഫ്രീ ടൈമാണ്. ഇപ്പൊ ഞാൻ ഈ ഇരുന്ന് സംസാരിക്കുന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്ക് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്ന യാത്ര എൻ്റെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള സമയമാണ്. അപ്പൊ ഇതിനൊക്കെ എനിക്ക് സമയം കിട്ടുന്നുണ്ട്. പിന്നെ കിട്ടാത്തൊരു സമയം എന്ന് പറഞ്ഞാൽ ചിലപ്പം കുട്ടികളായിട്ട് ഫാമിലി ആയിട്ട് നമുക്കൊരു സമയം ചിലപ്പം കിട്ടിയെന്ന് വരില്ല. അവരാഗ്രഹിക്കും, ഇപ്പൊ വെക്കേഷനാണ്, അതിന് ഹൈക്കും വെക്കേഷനാണ്. അപ്പൊ അവരെന്നോട് ചോദിക്കും, ഞങ്ങൾക്ക് വെക്കേഷൻ ഉള്ളപ്പോൾ ഡാഡ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഡാഡ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വെക്കേഷൻ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് സ്കൂളുണ്ടെന്ന് പറയും. അപ്പൊ അങ്ങനെയുള്ളൊരു ടൈമിങ് മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്നെ വേറൊരു രീതിയിലും ബോധർ ചെയ്യാറില്ല. എനിക്ക് ആളുകൾ പുറത്തു പോകുന്നതും അങ്ങനെ അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല, അതിലിപ്പോ വലിയ ജനക്കൂട്ടം, ആൾക്കൂട്ടം, പ്രൈവസി ഇല്ലായ്മ, അതൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ല, നമ്മൾ ആഗ്രഹിച്ചല്ല നമ്മളെ കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കണം എന്നൊക്കെ. പണ്ട് ഞാനൊരു ചലച്ചിത്ര നടനോട് ചോദിച്ചു, ഇപ്പോൾ ആളുകൾ എവിടെ പോയാലും വന്നിട്ട് സെൽഫി എടുക്കും, അപ്പോൾ അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നാറുണ്ടെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇങ്ങനെ ആളുകൾ വന്ന് സെൽഫി എടുക്കാൻ വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെടുന്നുണ്ട്.
അല്ല ഇത് അത് നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിൽ നിൽക്കുകയും ആളുകൾ ആരും നമ്മളെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാൻ വരാതിരിക്കുകയും ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പം എന്തായിരിക്കും തോന്നുന്നത്. അഡ്മിനിസ്ട്രേഷനിലേക്ക് നിങ്ങൾ എത്തുമ്പോഴും ഉള്ള പ്രശ്നം ഇപ്പൊ സാധാരണ ഒരു ജോലിക്കാരനും 10 മണി മുതൽ 5 മണി വരെ ജോലി ചെയ്താൽ മതിയാവും. പക്ഷെ കുറച്ചുകൂടി ഹയർ പൊസിഷനിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ നേരത്തെ പ്രളയത്തിന്റെ ഉദാഹരണം പറഞ്ഞല്ലോ, 12 മണിക്കൂറോ 16 മണിക്കൂറോ ജോലി ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ആ തരത്തിലൊക്കെ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പ്രൈവറ്റ് സ്പേസും പ്രൈവറ്റ് ടൈമും ഒക്കെ കുറയും. അപ്പം ഈ ഒരു ജോലി ചൂസ് ചെയ്യുമ്പം ഇതിൻ്റെ ഒരു ഗ്ലാമർ ആണോ, അതല്ലെങ്കിൽ ഇതുപോലെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമല്ലോ എന്നൊരു സംഗതി കൂടി ഓർത്തിട്ടാണോ, അതോ ഗ്ലാമർ മാത്രം വെച്ചിട്ടാണോ? ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ റിയലൈസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വരുന്നത്. എനിക്കറിയാം ഇങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ഗ്ലാമർ മാത്രമല്ല, ഇതിനപ്പുറത്തൊരു ലൈഫുണ്ട്. ആ ലൈഫിൽ ഇങ്ങനെ കുറച്ച് സ്ട്രഗിൾസ്, ഇപ്പോൾ ഈ സെലിബ്രേഷനിൽ നിൽക്കുമ്പോഴും ഇനി വരാൻ പോകുന്നത് ഇതിലും വലിയ റെസ്പോൺസിബിലിറ്റീസ് ആണെന്ന് ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റീസിൽ ഒരു സന്തോഷം കണ്ടെത്താൻ കഴിയും എന്നൊരു വിശ്വാസത്തിലാണ് ഈ വഴി ചൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെയാണ് സോണറ്റിന്? എനിക്കും ഇതൊക്കെ തന്നെ. കാരണം എനിക്ക് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. കാരണം ഞാൻ 10ൽ പഠിക്കുമ്പോഴാണെങ്കിലും +2-ലൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻറ് പോലീസ് കേഡറിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പം ആൾക്കാരെ കാണുക, അവരോട് സംസാരിക്കുക. അപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഒരു ഹോപ്പ് ഉണ്ടല്ലോ. അതായത് ഞങ്ങൾ SPC യൂണിഫോം ഒക്കെ ഇട്ട് ചെല്ലുമ്പോൾ നമ്മളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള അവരുടെ ഒരു ട്രസ്റ്റ്, നമുക്കതൊരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് എടുത്താൽ എനിക്ക് തോന്നുന്നു ഈ ജോബും നമുക്ക് അതുപോലെ തന്നെ കാണാൻ പറ്റുന്നതാണ്. പോലീസുകാരെ പലർക്കും പേടിയാണ്. അത് ശരിയാ സാർ, പോലീസുകാരെ ശരിക്കും പേടി. പക്ഷെ ഇപ്പം പേടിയൊന്നും അത്ര ഇല്ല. കാരണം ജനമൈത്രിയാണല്ലോ ഇപ്പോൾ. ഈ ഒരു ഇതിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എല്ലാവരും പറഞ്ഞു, നീ ഇത്രയും കഷ്ടപ്പെട്ട് പഠിക്കുന്നത് ഒരു വലിയ കഷ്ടപ്പാട്ടിലേക്ക് പോകാനാണെന്ന് ഓൾറെഡി എന്നെ പറഞ്ഞ് പേടിപ്പിച്ചാണ് വിട്ടത്. അപ്പോൾ ഞാൻ ഈ 2018 ഫ്ലഡിൻ്റെ ഇത് കണ്ടിട്ടാണ് സാർ പോകണം. അപ്പം എനിക്കറിയാം എത്രത്തോളം ഒരു സിവിൽ സർവൻ്റായി എത്രത്തോളം കഷ്ടപ്പെടണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ഈ കഷ്ടപ്പാടിനെ പറ്റി അറിഞ്ഞിട്ട് പ്രിപ്പറേഷൻ വന്ന് പിന്നെ ഇങ്ങനെ ഒരു ഗ്ലാമർ ബാക്കിയുണ്ട് എന്നറിഞ്ഞ് വന്നതാണ്. അതുകൊണ്ട് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് ഈ ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ പറ്റും. ആ ഒരു സംഭവമാണ് ശരിക്കും എന്നെ ഇതിലേക്ക് വരാൻ പ്രേരിപ്പിച്ചത്. ഗ്ലാമറൊക്കെ സെക്കൻഡ് വരുന്നേ ഉള്ളൂ. ശരിക്കും ആ യൂണിഫോമിനോട് ആളുകൾക്കുള്ള ഒരു റെസ്പെക്റ്റും ഈ പറഞ്ഞ പോലെ ഹോപ്പും, അത് ഞാനും കണ്ടിന്യൂസ് ആയിട്ട് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ഞാനും രാജീവ് രവി സാറിന്റെ കൂടെ കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞൊരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷനും ക്രൈമും ഒക്കെ പറഞ്ഞു പോകുന്നുണ്ടെങ്കിലും ഈ സർവീസിന്റെ അകത്ത് ഇവർ അനുഭവിക്കുന്ന കുറെ മെന്റലായിട്ടുള്ള ട്രോമയെ പറ്റിയിട്ട് പറഞ്ഞു പോകുന്നുണ്ട് വളരെ സട്ടിലായിട്ട്. അപ്പൊ അത് ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ ഓഫീസേഴ്സ് ശരിക്കും അവരുടെ യൂണിഫോമിന്റെ കൂടെ അവര് ധരിക്കുന്ന ഒരു ക്യാരക്ടറും കൂടെയുണ്ട്. ഒരു പോലീസുകാരൻ അയാളല്ലാതെയാണ് ശരിക്കും പല സമയത്തും ആളുകളോട് പബ്ലിക്കിനോട് ഇന്ററാക്ട് ചെയ്യുന്നത്. അത് പല സമയത്തും ഇപ്പം നമ്മൾ ഒരാളെ ഒന്ന് മാറ്റി നിർത്തി ഒരു കാര്യം ചോദിക്കുമ്പോൾ തന്നെ അവിടെ ഒരു അപ്പർ ഹാൻഡ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് ഈ പോലീസ് ഓഫീസർ പെരുമാറണം. അല്ലാതെ അയാൾ പോയിട്ട് ഭയങ്കര ബഹുമാനത്തോടെ ഭയങ്കര താഴ്മയോടെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കറിയില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതാണ്, അല്ല ഇത്രയും സോഫ്റ്റ് സ്പോക്കൺ ആയിട്ട് എങ്ങനെയാണ് IPS ഇങ്ങോട്ട് മാറി നിൽക്ക്. ആസിഫിന് ഇവരോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, ഒരു ചെടിയെ നമ്മള് കുഞ്ഞിതായിട്ട് കണ്ട് അത് വളർന്ന് മരമാവുന്നത് കാണുമ്പോൾ നമുക്കൊരു പേഴ്സണൽ അറ്റാച്ച്മെന്റ് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ഭയങ്കര പ്രതീക്ഷ. നിങ്ങളെ ഇനി ഫ്യൂച്ചറിൽ കാണുമ്പോൾ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമ്മൾ കാണുമ്പോൾ നിങ്ങൾ തുടങ്ങിയത് ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയാം. ഏറെക്കുറെ നിങ്ങളെ പേഴ്സണലായിട്ട് അറിയാൻ പറ്റി. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളും നിങ്ങളെ സമൂഹത്തിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഉള്ളത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് എനിക്കുള്ളത്. ഇപ്പൊ ഈ ഉള്ള ഫയറും പാഷനും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഉണ്ടാവട്ടെ. ഡു യുവർ ബെസ്റ്റ്. ആസിഫിനെ സംബന്ധിച്ച് ഈ ഫയറിന്റെയും പാഷന്റെയും ഒക്കെ കാര്യം പറയുമ്പോൾ ഇനി അങ്ങോട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ടാർഗറ്റ് വെച്ചിട്ടുണ്ടോ? ഇന്ന കഥാപാത്രങ്ങൾ എനിക്ക് വേണം, അതോ എന്നിലേക്ക് എത്തുന്ന കഥാപാത്രങ്ങളെ ഞാൻ സ്വീകരിക്കുമെന്നുള്ള സമീപനമാണോ, അതോ എനിക്ക് ടൈപ്പ് കാസ്റ്റ് ആയി പോവാതിരിക്കുക എന്ന് മാത്രമാണ് എനിക്കുള്ള ആകെ ഉള്ളൊരു എന്താ പറയുക ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഇയാൾ ഇന്ന ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ളതാണെന്ന് തോന്നരുത്. ഇപ്പം അഡിയോസ് അമീഗോ ചെയ്യുന്ന സമയത്തുള്ള പ്രിൻസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കണം രേഖാചിത്രം, അതിൽ നിന്നും സർക്കിട്ടിലേക്ക് വരുമ്പോൾ മാറി നിൽക്കണം. അപ്പൊ ഏത് ക്യാരക്ടേഴ്സ് എഴുതുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്ററിനും ഓക്കെ ഇത് ആസിഫിന്റെ അടുത്ത് പറഞ്ഞാൽ ആസിഫിന് ചെയ്യാൻ പറ്റും എന്ന് തോന്നണം. അത് മാത്രമാണ് എനിക്ക്. ഇപ്പോൾ ഈ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ ചില കഥാപാത്രങ്ങൾ ചെയ്യാൻ പെയിൻ എടുക്കേണ്ടി വരും. നേരത്തെ കിഷ്കിന്ധാകാന്തത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോൾ അഡിഗോസ് അമിഗോസോ പോലത്തെ സിനിമ കുറച്ചുകൂടി എന്നെ പോലേക്കുള്ള അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ കുറച്ചുകൂടി റിലാക്സ് ആയിട്ട് ചെയ്യാൻ പറ്റണേ?
ഒരിക്കലും അഡിയോസ് അമീഗോ റിലാക്സ്ഡ് അല്ല. ഞാൻ അതിന്റെ ഏറ്റവും കൂടുതൽ എൻ്റെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. കാര്യം എനിക്ക് രേഖാചിത്രം ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ കിഷ്കിന്ധകാണ്ഡം ചെയ്യുന്ന സമയത്തും ഒക്കെ എനിക്ക് ഭയങ്കര കൺട്രോൾഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരുന്നു. കുറച്ച് എക്സെൻട്രിക് ആണ്. അഡിയോസ് അമീഗോ ചെയ്യുന്ന സമയത്ത് ഒരു മദ്യപാനിയായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഈസി ആയിട്ടുള്ളൊരു കാര്യമില്ല. നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ ഇത് ഭയങ്കര ജെനുവിൻ ആയിരിക്കണം. കുടിയന്മാർക്ക് വരെ തോന്നുന്നത് കുടിച്ചിട്ട് എന്നുള്ളത് അതൊരു ഭയങ്കര വെല്ലുവിളിയായിരുന്നു. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല കള്ളുകൂടിയൻ സാഗർ കോട്ടപ്പുറവും നമ്പർ 20 മദ്രാസ് മെയിലെ സണ്ണിയുമാണ്. അപ്പോൾ അത് രണ്ടുമായിരുന്നു, അതിലേക്ക് രണ്ടും പോകരുത് എന്നുള്ളതായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ മറ്റേ അയ്യപ്പ ബൈജു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അത് ഓവറായി പോകും. അപ്പൊ ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടർ വേണം, ആ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി വേണം. പിന്നെ ഇതൊരു നോർത്ത് പറവൂർ എന്ന് വരുന്ന ഒരാളാണ്, അപ്പൊ ആ സ്ലാങ് വേണം, ഇദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്, അതൊരു റിയൽ ലൈഫ് ഇൻഫ്ലുവൻസ്ഡ് ക്യാരക്ടറാണ്. അപ്പം അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഈ ആക്സിഡന്റ് ആയി വീട്ടിൽ കിടന്ന് ഈ ഉണ്ടാക്കിയെടുത്ത 6 പാക്ക് ഒക്കെ മാഞ്ഞ് ഇതൊരു സിംഗിൾ സാക്കായി മാറി വന്നപ്പോ എനിക്ക് കിട്ടിയ ക്യാരക്ടറായിരുന്നു ഈ പ്രിൻസ് എന്ന് പറഞ്ഞത്. അപ്പൊ അതില് ഞാൻ ഷർട്ട് ഊരിട്ട് നിൽക്കുമ്പോ എന്റെ വയറ് ദുത്തറുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു, ഇത് ഗ്രാഫിക്സ് ആണോ എന്ന് ഈ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് ഉപയോഗിച്ചതാണ് ശരിക്കും ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഈ ചോദ്യം പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. ഞാനിത് ഇയാള് കൊല്ലം റാവിസിലത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ ഞാൻ ഷർട്ട് ഊരിയിട്ടിട്ട് നടന്നു പോകണുണ്ട്. അപ്പൊ ഷൂട്ടിംഗ് കാണാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എന്നെ ആസിഫ് അലി ഇത് എന്താണ് ഇയാൾ ഇങ്ങനെ ഇരിക്കണേ എന്ന് തോന്നും. അപ്പൊ അത് വേണമെങ്കിൽ ടീഷർട്ട് ഇട്ടോന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇത് തോന്നണം, ഇത് എന്തായാലും ഇപ്പൊ എന്റെ ഉണ്ടല്ലോ, ഇതും കാണണം. അതിൽ നിന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ അതെ, അത് മാറ്റിയെടുക്കാന്നല്ലോ. ഇപ്പൊ ആമിർ ഖാൻ മറ്റേ ദങ്കലില് പറഞ്ഞത്, ആ ട്രാൻസ്ഫോർമേഷൻ ആദ്യം വയറുള്ളത് ചെയ്തിട്ട് പിന്നെ 6 പാക്കിലേക്ക് കൊണ്ടുവന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ 6 പാക്ക് കഴിഞ്ഞിട്ടാണ് വയറുള്ളതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ അതും കൊണ്ട് പിന്നെ ജീവിക്കൂ എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അല്ല, ഇത് എപ്പോഴെങ്കിലും ഒരു പോയിന്റിൽ എനിക്കിത് വളരെ വലിയ സ്ട്രഗിളായി മാറും ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ക്യാരക്ടേഴ്സിനെല്ലാം മിക്കവാറും നടന്മാർക്കൊക്കെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഇത് ശരിക്കും ഇത് പറ്റുമോ ഇല്ലയോ, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ട്? പറ്റൂല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫുഡ് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് പല സമയത്തും ഇത് വരും. ഇപ്പൊ പ്രത്യേകിച്ച് കാർബ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫ്രസ്ട്രേഷൻ ഭയങ്കരമാണ്. നമുക്ക് ദേഷ്യം, പ്രത്യേകിച്ച് ചോറ് കഴിച്ച് ശീലിക്കും. ഞാൻ ലോകത്ത് എവിടെ പോലും ഉച്ചയ്ക്ക് ചോറ് വേണം, മീൻകറി വേണം എന്നൊക്കെ പറയുന്ന ആളാണ്. അപ്പൊ എനിക്ക് ചോറ് കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ എന്തിനു ഞാൻ ദേഷ്യപ്പെടും, എപ്പോഴും ഇറിറ്റേറ്റഡ് ആയിരുന്നു ഞാൻ. അത് ഞാൻ മനസ്സിലാവുന്നപ്പോൾ എൻ്റെ ട്രെയിനർ എന്നോട് പറഞ്ഞു, ഇതിനിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ച് വേണം ആളുകളോട് പെരുമാറാൻ. അപ്പോൾ ഈ ഡിറ്റർമിനേഷൻ വെച്ചിട്ട് ഇതിനെയൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നെല്ലാം അതിജീവിക്കും. അതെ, അത് നമുക്കിതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്നുള്ളത് മനസ്സിൽ കാണും. ഷർട്ട് ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വാവ് എന്ന് പറയുമല്ലോ, അപ്പൊ ഓക്കെ ചോറ് വേണ്ട. എന്തായാലും നമുക്ക് പല ക്രേവിങ്സ് ഒക്കെ ഉണ്ടാവില്ല. ഇപ്പൊ മധുരം ഒഴിവാക്കേണ്ടി വരുമല്ലോ മിക്കവാറും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇതിനു വേണ്ടി, ക്യാരക്ടറിന് വേണ്ടി ഒഴിവാക്കേണ്ടി വരുമ്പോൾ സ്ട്രെസ്സോ അതുണ്ട്. പ്രത്യേകിച്ച് വീട്ടിലുണ്ട്, കുട്ടികളുണ്ട്. മൂത്താക്ക് ഇപ്പൊ 11 വയസ്സായിട്ടുള്ളൂ, ഹൈക്ക് മോക്ക് 8 വയസ്സാവുന്നു. അപ്പൊ ഉറപ്പായിട്ടും മധുരക്കൊണ്ട് നിറഞ്ഞൊരു വീടാണ് ഇത്. വരുമ്പോ ഷെയർ ചെയ്ത് തരും, അപ്പൊ കഴിക്കാൻ തോന്നും. ഒരു പ്രാവശ്യം കഴിച്ചാൽ പിന്നെ കൺട്രോൾ പോകും. അതുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ എൻഡ് റിസൾട്ടിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. അത് ഇപ്പോൾ ഉള്ള കുഞ്ഞു വിഷമങ്ങളും സാക്രിഫൈസസും ഒക്കെ വലിയൊരു റിസൾട്ടിലേക്ക് കൊണ്ട് എത്തിക്കും എന്ന് പറയുന്നതിന്റെ. നിവിൻ പോളിയുടെ സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ സ്ട്രെസ്സിനിടയ്ക്ക് 2 ബിരിയാണി കൂടുതൽ കഴിച്ചിട്ട് ആൾക്കാരപ്പോ നമ്മളെ ബോഡി ഷേമിങ്. അപ്പൊ ഈ ബോഡി ഷേമിങ് എന്നുള്ള കാര്യം അവിടെ കാണുന്നുണ്ട്. ബോഡി ഷേമിങ് ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മളിപ്പോ പല കാര്യങ്ങളും സംസാരിച്ചു. ഇനി ഉള്ള ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം. സാധാരണ എല്ലാ സിനിമാ നടന്മാരോടും ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ന ക്യാരക്ടർ എന്നിട്ടൊരു ക്യാരക്ടർ നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ എന്നൊക്കെ. ഇവിടെ ഇപ്പോൾ ആസിഫിൻ്റെ ഒരു ഫിലിമോഗ്രഫി എടുത്തു കഴിഞ്ഞാൽ ഒരു വെർസറ്റൈലാണ് എന്ന് പറയാം. പല കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുന്നതും ആവാത്തതും ഒക്കെ ആയിട്ടുള്ള പലതരത്തിലുള്ള സിനിമകൾ വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ എത്തിച്ചേർന്നതാണ്. ഉറപ്പായിട്ടും എത്തിച്ചേർന്നത്. ഞാനായിട്ട് അങ്ങനെ ഇപ്പം ഈ സർക്കിട്ട് മാത്രമാണ് അങ്ങനെ ഈ റീസെന്റ് ടൈംസിൽ ഞാൻ വിളിച്ച് ചോദിച്ച് ഉണ്ടാക്കിയെടുത്തത്. അതും ഒരു കൈൻഡ് ഓഫ് ഓഫ് ബീറ്റ് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സിനിമയാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസിഷൻ?
അല്ല, ഞാനത് 1001 നുണകൾ എന്ന് പറഞ്ഞിട്ട് ഈ താമറിന്റെ ആദ്യത്തെ സിനിമയുണ്ട്. അത് OTT റിലീസായിരുന്നു. ഒരു OTT പ്ലാറ്റ്ഫോമിലാണ് ഡയറക്റ്റ് റിലീസായത്. അപ്പൊ അത് ഞാൻ ഇതുപോലെ ഒരു ട്രെയിൻ യാത്രയിൽ കാണുകയും സോഷ്യൽ മീഡിയയിൽ പോയി ഇതിന്റെ സംവിധായകന്റെ പേര് അന്വേഷിച്ച് ഒരു മെസ്സേജ് ചെയ്തു, നല്ല സിനിമയായിരുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, നല്ല എന്തെങ്കിലും സ്ക്രിപ്റ്റ് വരുവാണെങ്കിൽ താമർ എൻ്റെ അടുത്ത് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് തമർ വന്നിട്ട് എൻ്റെ അടുത്ത് ഈ ADHD കണ്ടീഷനുള്ള ഒരു കുട്ടി, അങ്ങനെ ഒരു കുട്ടിക്ക്, ഒരു യങ് പാരൻസിന് അങ്ങനെ ഒരു കുട്ടി വരുന്നു, സ്പെഷ്യലി അവര് പുറത്ത് ദുബൈയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഒരു കപ്പിളാണ്. അവരുടെ ലൈഫിലേക്ക് ADHD ഉള്ള ഒരു കുട്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്, ഈ കുട്ടിയെ ഒറ്റയ്ക്ക് ഇവരെങ്ങനെ വളർത്തും എന്നൊക്കെ ഉള്ളത് ആണ് ഇതിന്റെ ഒരു ബേസ് ലൈനായിട്ട് വരുന്നത്. ഇതെനിക്ക് വളരെ റിലേറ്റബിൾ ആണ്. കാര്യം ഞാനും സമയം ഞങ്ങളുടെ 2 കുട്ടികളും വീടും ഇവരുടെ സ്കൂളിങ്ങും ഇവരുടെ ചോയ്സസും ഇവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ പല സമയത്ത് നമുക്ക് നമ്മൾ ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു കാര്യമാണിത്, ഈ പാരന്റിങ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്കറിയാം. നമ്മൾ കാമുകനായിട്ടുണ്ട്, കാമുകിയായിട്ടുണ്ട്, ഫ്രണ്ട്സ് ആയിട്ടുണ്ട്, എല്ലാം നമ്മൾ ടിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പാരന്റ് ആവുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ്. ഐ മീൻ ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്തത് കൊണ്ടായിരിക്കാം ചിലപ്പം ഈ ഒരു സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് എനിക്ക്. ഇപ്പോൾ ഫാൻസ് എല്ലാവർക്കും ഉണ്ടല്ലോ, എല്ലാ നടന്മാർക്കും ഫാൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഒരു ആ തരത്തിൽ. അപ്പോൾ അവരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിനിമകളിൽ നിന്ന് മാറിയിട്ടുള്ള സിനിമകൾ, ഇപ്പോൾ നേരത്തെ ലെവൽ ക്രോസിൻ്റെ കാര്യം പറഞ്ഞു, അതും ഈ പറഞ്ഞ ഒരു ഓഫ് ബീറ്റ് മൂഡിലുള്ള സിനിമയാണ്. ഇപ്പോൾ ഇത് സർക്കിട്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ സ്വന്തം ഫാൻ ബേസിൻ്റെ എക്സ്പെക്ടേഷൻ അങ്ങനെ ഒരു കാര്യം മനസ്സിൽ വെക്കാറില്ല. ഇല്ല, എനിക്ക് തോന്നുന്നത് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നല്ല സിനിമകളെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ എന്ത് മാസ് കാണിക്കുന്നു എന്നുള്ളതോ ഞാൻ എത്ര ഹീറോയിസം കാണിക്കുന്നു എന്നുള്ളതിനേക്കാൾ എൻ്റെ സിനിമകളെ ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു. എന്താണ് നിങ്ങൾക്ക് ഇനി ടോപ്പിക്ക് തീർന്നു, ആശയദാരിദ്ര്യം എത്തി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കണം. സാറ് കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എടുക്കുന്നത്. ഈ സോൾട്ട് ആൻഡ് പെപ്പറിലെ ക്യാരക്ടർ അങ്ങനെ എന്തെങ്കിലും റിലേറ്റബിൾ ആയിട്ട് അങ്ങനെ എടുത്തതാണോ സാറ്? എൻ്റെ അടുത്ത് സോൾട്ട് ആൻഡ് പെപ്പർ പറയുമ്പോൾ തന്നെ ആഷിഖ് കപൂർ പറഞ്ഞു നീ ഇതിനകത്ത് അഭിനയിക്കാൻ നിൽക്കരുത്. ആസിഫ് അലി എന്ന് പറയുന്ന ആളെ എനിക്കറിയാം, അത് അങ്ങനെ തന്നെ വന്നാൽ മതി എന്നുള്ളതായിരുന്നു. ഒരുപാട് നല്ല ഫ്രണ്ട്സും ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിലേഷൻസും ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക്. സ്കൂൾ മുതൽ എൻ്റെ ഫസ്റ്റ് അഫെയർ 9th അപ്പൊ ആ സമയം മുതൽ കല്യാണം വരെ ഉള്ള സമയത്ത് എനിക്ക് ഒരുപാട് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം പല രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ, ഇപ്പൊ എൻ്റെ എക്സാംസും എൻ്റെ സപ്ലീസും എല്ലാം ക്ലിയർ ചെയ്തത് എൻ്റെ റിലേഷൻസും കൊണ്ടാണ്, എൻ്റെ റിലേഷൻഷിപ്സ് കൊണ്ടാണ്. എൻ്റെ ഗേൾ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് നിർബന്ധിച്ചിട്ടാണ്. അതെ, ഉറപ്പായിട്ടും അതെ. അപ്പൊ അത് അങ്ങനെ വന്നവരെല്ലാം ലൈഫിൽ നല്ലത് തന്നത് പോയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയൊക്കെ ഉള്ളൊരു ക്യാരക്ടർ ആയിരുന്നു മനു. പക്ഷെ ഇപ്പോഴും ആ ട്രെയിനിലെ സീനൊക്കെ മീമായിട്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഞാൻ ഈ ആറ്റിങ്ങിന് വഴി വരാൻ സിഗ്നലിൽ കണ്ട അപ്പൊ കൊട്ടു എൻ്റെ അടുത്ത് ആറ്റിങ്ങലാണോ വീട്. അത് ചില ഐക്കോണിക് ആയിട്ടുള്ള കുറെ അങ്ങനത്തെ, ഇപ്പൊ കുഞ്ചാക്കോ ബോബൻ അല്ലേ, കുഞ്ചാക്കോ ബോബനോട് ചോദിച്ചിട്ടുണ്ടാവും ആൾക്കാർ വെറുതെ കാണുമ്പോ എന്നെ ഒന്ന് തോണ്ടിട്ട് കുഞ്ചാക്കോ ബോബനല്ലേ ചോദിക്കും. അതൊക്കെ ശരിക്കും ഫണ്ണായിട്ട് തന്നെയാണ്. പിന്നെ അത് അല്ല, ആൾക്കാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതും അത് ശ്രദ്ധിച്ചു, അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അപ്പൊ ഈ കുഞ്ചാക്കോ ബോബൻ എന്നുള്ളത് ശരിക്കും നമ്മള് ഈ ഉസ്താദ് ഹോട്ടലിൽ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതായിട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാമുക്കോയ അവിടെ ഉണ്ട്. അപ്പൊ അദ്ദേഹം വെറുതെ തമാശക്ക് എന്നോട്, ഞാൻ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ, അന്ന് ഞാൻ സിനിമയിൽ വന്നിട്ട് ഒരു 4 വർഷം ആവുന്നില്ല, അപ്പൊ എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തിയപ്പോഴത്തേക്കും മാമുക്കായ വെറുതെ തമാശക്ക് ചോദിച്ചു, എനിക്കറിയാം കുഞ്ചാക്കോ ബോബനല്ലേ. അത് എന്റെ അടുത്ത് ഷോട്ടിന് മുന്നേ വെറുതെ ചോദിച്ചു. എന്നിട്ട് മൂപ്പര് ഇത് തന്നെ സോങ്ങിന്റെ ഇടയിൽ എന്നോട് ചോദിച്ചിട്ട് അമ്പുക്കാത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഉപയോഗിച്ചതാണ്. അതുകൊണ്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഇവരൊക്കെ ലെജൻസ് ആയിട്ടിരിക്കുന്നതിന്റെ കാരണം അതാണ്. എപ്പോഴെങ്കിലും ദേഷ്യം വന്നിട്ടുണ്ടോ? ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ടോ? പിന്നെ ഉറപ്പായിട്ടും അത് ദേഷ്യം വരും അല്ലേ, എല്ലാവർക്കും വരും. എനിക്കും ദേഷ്യം നന്നായിട്ട് വരും. പക്ഷെ അത് കഴിയുന്നതും പുറത്ത് കാണിക്കാറില്ല. പുറത്ത് കാണിച്ചാൽ അതൊരു വലിയ പൊട്ടിത്തെറിയായിട്ടൊക്കെ വരാറുണ്ട്. ഔചിത്യബോധമില്ലാതെ പെരുമാറുന്ന ആളുകളോട് ദേഷ്യപ്പെടാറുണ്ട്. അത് ഒരു എക്സൈറ്റ്മെന്റ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അത് ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും. എന്നാലും ചില സമയത്തൊക്കെ. പക്ഷേ മൊബൈൽ ഫോണുകൾ എപ്പോഴും ചുറ്റിനുണ്ടാവും. ശരിയാണ്, നമ്മുടെ സാഹചര്യത്തിൽ നമ്മൾ പെട്ടെന്ന് അജിറ്റേറ്റഡ് ആയതാണെങ്കിലും ഇത് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നമാവും.
അപ്പൊ ആ ഒരു ചിന്ത കൂടി ഉണ്ടാവും. ഇല്ല, ഞാൻ അങ്ങനത്തെ ഒരു കാര്യവും ഞാനിപ്പോ എനിക്കിപ്പോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇപ്പം എനിക്ക് പേഴ്സണലി ഞാൻ ആളുകളെ കാണുമ്പോൾ എനിക്ക് അറിയാവുന്നവരെ കാണുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കാറുണ്ട്. അത് വോളണ്ടറി ആയിട്ട് വരുന്നതാണ്, ഐ മീൻ ലൈക്ക് ഇൻവോളണ്ടറി ആയിട്ട് വരുന്നതാണ്. അപ്പൊ എനിക്കത് അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ Concerned അല്ല. നിങ്ങളുടെ ആസിഫ് അലി ഒരു വലിയ ഇൻസ്പിറേഷൻ ആണ് നമുക്ക് എല്ലാവർക്കും. നിങ്ങളും ഇതുപോലെ തന്നെ സമൂഹത്തിന് ഇൻസ്പിറേഷൻ ആണ്. സിവിൽ സർവീസിൽ ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഭാവിയിൽ കളക്ടർമാരൊക്കെ ആയിട്ട് ചിലപ്പോ ഒരു വേദിയിൽ ഒരുമിച്ചിരിക്കാൻ പറ്റുമായിരിക്കും. അന്ന് പറയാൻ പറ്റട്ടെ. അപ്പോൾ ഇതൊക്കെ ഫോർച്യൂൺ നൽകിയ ഫോർച്യൂൺ ആയിട്ടാണ് നിങ്ങളും കാണുന്നത്. അപ്പം 3 പേർക്കും നിങ്ങളുടെ വരാൻ പോകുന്ന കരിയർ ആവാൻ കുറച്ചുകൂടെ സമയം എടുക്കും, എന്നാൽ പോലും ആ കരിയറിൽ എല്ലാ ആശംസകളും നേരുന്നു. ആസിഫിന് വരാൻ പോകുന്ന എല്ലാ പ്രൊജക്ടുകളും ഗംഭീരമാവട്ടെ എന്ന് വിചാരിക്കാം. താങ്ക് യു. താങ്ക് യു.